ഇന്നിപ്പോൾ നമ്മളെ മുഹമ്മദ് നബീനെ കളിയാക്കുന്നുണ്ടല്ലോ, 6 വയസ്സുകാരിയെ ഭോഗിച്ചു, 10 വയസ്സുകാരെ ഭോഗിച്ചു. അന്നത്തെ കാലത്ത് 10 വയസ്സുകാരിയുടെ ആരോഗ്യം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ന്യായീകരിക്കല്ല, ഇന്നത്തെ കാലത്ത് പോക്സോ കേസാണ്, ശരിയായിക്കോട്ടെ. അന്നത്തെ കാലത്ത് അന്നത്തെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതെ, ഇന്നത്തെ IPC നിയമം വെച്ചിട്ട് അദ്ദേഹത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ ശ്രീകൃഷ്ണന് 16,000 ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ശ്രീരാമൻ ഭാര്യ ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അന്നത്തെ അവസ്ഥ ഇതായിരിക്കും. പിന്നെ മനുഷ്യരല്ലേ അവരൊക്കെ, അവർക്ക് തെറ്റ് പറ്റുമല്ലോ. ഇപ്പോൾ കുരുടൻ്റെ കണ്ണ് ഇതിനെ മാറ്റി കൊടുത്തു, കണ്ണ് തിരിച്ചു കൊടുത്തു, അതുപോലെ വേശ്യ കല്ലെറിയുന്ന സമയത്ത് ഇടയിൽ കയറി, അങ്ങനെ വെള്ളം വീഞ്ഞാക്കി കൊടുത്തു, ഒരുപാട് പേരുടെ കടലിന് മുകളിൽ നടന്നു കൊടുത്തു, അരയന്മാർക്ക് മീൻ പിടിച്ചു, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ഒരു കുരുടനാവണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവില്ല ഞാൻ ആലോചിക്കുന്നത്. പൂർവ്വജന്മ ഇതാവാം, ഇനിയിപ്പോൾ അവൻ്റെ DNA എന്തെങ്കിലും പ്രശ്നമായിരിക്കാം, അവൻ്റെ എന്താ പറയുക ശരീരഘടനയുടെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ അവൻ അനുഭവിക്കേണ്ടതായിരിക്കാം ചിലപ്പോൾ. അതങ്ങനെ അതിനൊരു നിമിഷം കൊണ്ട് ഒരാളിനെ മാറ്റി കൊടുക്കുമ്പോൾ ആ സംഗതി എവിടെ പോയി, ആ അനുഭവങ്ങൾ എവിടെ പോയി, അവൻ അനുഭവിക്കേണ്ട ദുരിതം എവിടെ പോയി? സ്വാഭാവികമായിട്ടും തമ്പുരാൻ അത് മേടിച്ചു. എപ്പോഴും ഞാൻ ഫേസ്ബുക്കിൽ വലിയ വലിയ ആചാര്യന്മാർ വഴക്ക് നടക്കുന്ന സ്ഥലത്ത് അടിയിൽ പോയി നിൽക്കും. ഇവന്മാർക്ക് ദേഷ്യം വന്നാലാണ് ഒന്നുകിൽ ഇവന്മാർ കള്ളുപിടിക്കണം, അല്ലെങ്കിൽ ഇവന്മാർക്ക് ദേഷ്യം വരണം. അപ്പോഴാണ് അറിവ് പുറത്തേക്ക് വരുന്നത്. ശത്രുവിനെ തോപ്പിക്കുമ്പോഴേ നമ്മുടെ ഫുൾ എനർജി നമ്മൾ പുറത്തേക്ക് എടുക്കുള്ളൂ. അങ്ങനെ ഈ സോഷ്യൽ മീഡിയ വളരെ ഉപകാരമായിട്ടുണ്ട് ഓരോ കാര്യത്തിന്. അവരുടെ അറിവ് പരമാവധി എടുത്ത് പുറത്തു വിടും. അപ്പോൾ ഈ ഉപാസകൻ നമ്മൾ യേശുക്രിസ്തുവിനെ പറഞ്ഞ സമയത്തെ നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ക്രിസ്തുവിൻ്റെ ഒരു ഉപാസനാ മാർഗത്തിൽ പോകുന്ന സമയത്ത് പുള്ളി നല്ലൊരു ഉപാസകനായിരുന്നു അല്ലേ? പക്ഷെ ആ സമയത്ത് പുള്ളി അനുഭവിച്ച ഒരുപാട് കഷ്ടതകളെ പറ്റി അങ്ങ് ഒരു എക്സാമ്പിൾ പറയണ്ടായി. അതെ അതെ, ക്രിസ്തുവിൻ്റെ രീതി സൗരാഷ്ട്രൻ രീതിയാണ് അദ്ദേഹത്തിൻ്റെ. വളരെ അതിപ്പോൾ ഉണ്ടാണാവോ ഉണ്ടെന്ന് എനിക്ക് രഹസ്യമായിട്ട് ഉള്ളത്. വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനത്തെ ഒരു ഉപാസന ഉണ്ട് അത്രേ. മറ്റുള്ളവൻ്റെ ദുരിതത്തെ വലിച്ചെടുക്കാൻ സാധിക്കുന്ന പറഞ്ഞത്. മറ്റുള്ളവൻ്റെ പ്രാരാബ്ധ കർമ്മങ്ങളെ നമുക്ക് വലിച്ചെടുക്കാൻ സാധിക്കും അത്ര. അത് ക്രിസ്തു ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ആദ്യ കാലഘട്ടത്തിൽ അബദ്ധം പറ്റിയെന്നാ സംശയം ഞാൻ. കാരണം അവരൊക്കെ നമ്മൾ എന്താ പറയുക, ഈ അവസ്ഥയിൽ ഇരുന്നിട്ട് നമുക്കൊന്നും ഇതാക്കാൻ പറ്റില്ല, എന്താ പറയുക, ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇന്നിപ്പോൾ നമ്മളെ മുഹമ്മദ് നബീനെ കളിയാക്കുന്നുണ്ടല്ലോ, 6 വയസ്സുകാരിയെ ഭോഗിച്ചു, 10 വയസ്സുകാരെ ഭോഗിച്ചു. അന്നത്തെ കാലത്ത് എന്താ അവിടെ നടന്ന് നമുക്കറിയാം. അന്നത്തെ കാലത്ത് 10 വയസ്സുകാരിയുടെ ആരോഗ്യം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ന്യായീകരിക്കല്ല, ഇന്നത്തെ കാലത്ത് പോക്സോ കേസാണ്, ശരിയായിക്കോട്ടെ. അന്നത്തെ കാലത്ത് അന്നത്തെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അന്നത്തെ ഒരുപാട് ബദർ യുദ്ധം പോലെ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടന്നു. അപ്പം ആ മനുഷ്യന് ആ സമയത്ത് ചിലപ്പോൾ അങ്ങനെയും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുക, പറയാൻ പറ്റില്ല. ഇന്നത്തെ IPC നിയമം വെച്ചിട്ട് അദ്ദേഹത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ ശ്രീകൃഷ്ണന് 16,000 ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ശ്രീരാമൻ ഭാര്യ ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അന്നത്തെ അവസ്ഥ ഇതായിരിക്കും. പിന്നെ മനുഷ്യരല്ലേ അവരൊക്കെ, അവർക്ക് തെറ്റ് പറ്റുമല്ലോ. അവരായാലും അവർ വീരന്മാരാണ്. നമുക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ നമ്മുടെ തോന്നി 2 തെറി കേട്ടപ്പോൾ എത്ര വിഷമമായി സത്യം. ഞാൻ ആലോചിച്ചിട്ടോ, അവരൊക്കെ ഇറങ്ങി വന്ന് തല്ലണ്ടവരൊക്കെ, അവരൊക്കെ എത്ര സഹിച്ചിട്ടുണ്ടാവും, എത്ര തൂങ്ങി വരേണ്ട സമയം. ക്രിസ്തുവിന് വേണ്ടി പോയി ക്രിസ്തു പല ആൾക്കാരുടെയും പ്രശ്നങ്ങൾ വലിച്ചെടുക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് അബദ്ധം പറ്റിയോന്ന് അറിയില്ല. അപ്പോൾ കുരുടൻ്റെ കണ്ണ് മാറ്റി കൊടുത്തു, കണ്ണ് തിരിച്ചു കൊടുത്തു, അതുപോലെ വേശ്യ കല്ലെറിയുന്ന സമയത്ത് ഇടയിൽ കയറി, അങ്ങനെ വെള്ളം വീഞ്ഞാക്കി കൊടുത്തു, ഒരുപാട് പേരുടെ കടലിന് മുകളിൽ നടന്നു കൊടുത്തു, അരയന്മാർക്ക് മീൻ പിടിച്ചു, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ആലോചിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അതൊരു ഡിസ്കഷനാണ്, നമ്മൾ ഒരു ആധികാരികമായിട്ട് പറയല്ല. അപ്പോൾ കാരണം ബാലകൃഷ്ണ പോയി 5 മിനിറ്റ് കഴിഞ്ഞാൽ മാറ്റി പറയും. അപ്പോൾ ഒരു കുരുടനാവണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവില്ല ഞാൻ ആലോചിക്കുന്നത്. പൂർവ്വജന്മ ഇതാവാം, ഇനിയിപ്പോൾ അവൻ്റെ DNA എന്തെങ്കിലും പ്രശ്നമായിരിക്കാം, അവൻ്റെ എന്താ പറയുക ശരീരഘടനയുടെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ അവൻ അനുഭവിക്കേണ്ടതായിരിക്കാം ചിലപ്പോൾ. അതങ്ങനെ അതിനൊരു നിമിഷം കൊണ്ട് ഒരാളിനെ മാറ്റി കൊടുക്കുമ്പോൾ ആ സംഗതി എവിടെ പോയി, ആ അനുഭവങ്ങൾ എവിടെ പോയി, അവൻ അനുഭവിക്കേണ്ട ദുരിതം എവിടെ പോയി? സ്വാഭാവികമായിട്ടും തമ്പുരാൻ അത് മേടിച്ചു. അങ്ങനെ ഒരു 5 ആളുടെ മേടിച്ചാൽ തമ്പുരാൻ്റെ ജീവിതം കഴിഞ്ഞില്ലേ? ഓരോ 10 കൊല്ലം വെച്ച് തമ്പുരാൻ്റെ ജീവിതം കഴിഞ്ഞില്ല. അത് മുഴുവൻ അദ്ദേഹം അടി വാങ്ങി തീർത്തു. അത് എനിക്ക് തോന്നുന്നു അതന്നെ ആയിരിക്കണം അവൻ്റെ പാപങ്ങളെ ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞല്ലോ, അതിലൊരു വാക്ക് അവർ ഉപയോഗിക്കുന്നല്ലോ. അതുപോലെ അദ്ദേഹത്തിനെ കുരിശ് കയറ്റി എടുത്തിട്ട് മറ്റവരിങ്ങനെ കുത്തിയിട്ട് ചോദിക്കുന്നത് എനിക്ക് എങ്ങനെ ഇപ്പോൾ നല്ല സുഖം ചോദിക്കണ സമയത്ത് അവർ ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല ദൈവമേ എന്ന് അദ്ദേഹം പറഞ്ഞത്. കാരണം അദ്ദേഹം ഞാൻ കർമ്മം കൂടി അവർക്ക് കൊടുക്കണ്ടെന്നല്ലോ, മറ്റുള്ളവർക്ക് കൊടുക്കണ്ടെന്നല്ലോ അദ്ദേഹം തീരേണ്ട. അപ്പോൾ അദ്ദേഹം കാണിക്കാൻ ഒരു കുത്ത് കിട്ടുമ്പോൾ ഇത് അവൻ്റെ ആ കുത്താ, മറ്റേത് കുത്ത് കിട്ടുമ്പോൾ ഞാൻ അവനെ രക്ഷിച്ചതിൻ്റെ ആയിരിക്കാം, അങ്ങനെയൊക്കെ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവാം. ഇവർ ചെയ്യുന്നവർ അറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ. ഇത് തന്നെ അന്ന് നമ്മുടെ ആദ്യ പോഡ്കാസ്റ്റിൽ അങ്ങ് കഷ്ടത്തിൽ പുഴു വന്ന ഒരു കഥ പറയുന്നത്. അതെ, അത് തന്നെയാണ് സംശയം. അതെ, അയാൾ പറഞ്ഞല്ലോ എന്ത് ഇത് ഞാൻ കർമ്മഫലത്തെ. അതെ, അപ്പോൾ കർമ്മഫലം എന്നുള്ളൊരു സംഭവം നമുക്ക് എല്ലായിടത്തും ഉള്ളതെന്ന് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ അതാണോ അദ്ദേഹം യാതനകളായിട്ട് അനുഭവിച്ചത്? അന്യൻ്റെ പാപത്തെ ഏറ്റെടുത്ത് അന്യന് വേണ്ടി ഞാൻ ക്രൂശിതനായി എന്ന് പറയുന്നുണ്ടല്ലോ, ഒരുപാട് ബൈബിൾ വചനങ്ങൾ അതിൽ പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതായിരിക്കണം അവിടെ നടക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ഉപാസന ലോകത്തുണ്ടായിരുന്നു.
സൂര്യനെ അപ്പോൾ ഞാൻ ഈ ഉപാസകർ പല സമയത്തും പല ആൾക്കാർ ബ്ലസ് ചെയ്യുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ പല അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന സമയത്തൊക്കെ അങ്ങ് എവിടെയോ ഒരു കാര്യം പറഞ്ഞു നമ്മൾ 10,000 പോയിട്ടാണ് അവർക്ക് 1000 കിട്ടുന്നത് എന്നുള്ളത്. അതെ, അത് എന്ത് കോൺസെപ്റ്റ് ശരിക്കും ഈ അത് പറഞ്ഞ മന്ത്രവാദത്തിൻ്റെ അടിസ്ഥാനമാണ് ശരിക്കും. ആണോ? മന്ത്രവാദത്തിൻ്റെ അടിസ്ഥാനം സ്വന്തം ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ പൂർണ്ണ എന്താ പറയുക വളർച്ചയോട് കൂടി ഉണ്ടായ ശരീരം, നല്ല ശരീരം, ആ ശരീരത്തിൻ്റെ അവസ്ഥേനെയാണ് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഇല്ലാതാക്കുന്നത്. അപ്പോൾ മന്ത്രവാദം ഞാൻ ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ ഒരാളുടെ ഹീൽ ചെയ്യണ സമയത്ത് എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. എൻ്റെ പ്രായം, അതുപോലെ ഞാൻ അനുഭവിക്കേണ്ട സുഖങ്ങൾ, ഇതെല്ലാം ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഗുരുനാഥൻ ഒരു പക്ഷേ വിവാഹം കഴിക്കാതിരിക്കാനും അച്ഛനും അമ്മയിൽ നിന്നും പെങ്ങളുടെ അത്രയും സ്നേഹമുള്ള മനുഷ്യനുണ്ട്. പെങ്ങളെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഗുരുനാഥൻ ഭയങ്കര ജീവനായിരുന്നു. പക്ഷേ അവർ വരുമ്പോൾ അവരോട് കുറച്ച് ഇതായിട്ടേ സംസാരിക്കുള്ളൂ, അങ്ങനെ സ്നേഹത്തിൽ അദ്ദേഹം സംസാരിക്കില്ല. ഒരു ദിവസം 2 ദിവസം നിന്ന് കഴിഞ്ഞാൽ ഇറങ്ങി പോകുന്ന രീതിയിലേ സംസാരിക്കുള്ളൂ. ആരും അടുപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്നെ കൂടുതൽ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, നീയും കൂടെ അനുഭവിച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ ജനങ്ങളെ ഒഴിഞ്ഞ് മുട്ടറക്കിയ നാളേരും വീട്ടിൽ കൊണ്ടുവന്നിട്ട് ചട്നി അരച്ചിട്ട് കഴിക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്ക്. അതിനനുസരിച്ചിട്ട് ശരീരം കേടുവരുന്നുണ്ട്, അതാണ് രസം. സപ്തധാതുക്കളിൽ 7 ധാതുക്കളിൽ ധാതുക്ഷയം വരുന്നുണ്ട്. ഇപ്പോൾ അസ്ഥി, ശുക്ലം, മജ്ജ, മാംസം, ത്വക്ക് വെച്ചാൽ തൊലിപ്പുറത്ത് അസുഖങ്ങൾ വരിക. അതുപോലെ എന്താ പറയുക, ഇത് ചില ഉപാസകന്മാരുടെ ലൈംഗിക ശേഷിക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ചില ഉപാസകന്മാർക്ക് സന്താനങ്ങളില്ലാതായി തീരുന്നുണ്ട്. ചിലർ ഭാര്യ ഗർഭിണിയായി കഴിഞ്ഞാൽ ഉടനെ അബോഷനായി പോകുന്നുണ്ട്. ചിലർ ത്വക്ക് രോഗങ്ങൾ, പാണ്ഡ്യരോഗങ്ങളും കുഷ്ഠരോഗങ്ങളും വരുന്നുണ്ട്. ചിലർക്ക് പല്ല്, ഇപ്പോൾ എനിക്ക് പല്ല് ഭയങ്കര പ്രശ്നമാണ്, എല്ലും പല്ലും ഭയങ്കര പ്രശ്നമാണ്. ഞാനതിനെ എന്നും ട്രീറ്റ്മെൻറ്റാണ്. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഫാമിലി ദന്ത ഡോക്ടറൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട്. അച്ഛനമ്മ ഒരുപാട് കാശിലമായിട്ടാണ് ഇങ്ങനെ ഈ സുന്ദരമായ പല്ലുകൾ നിൽക്കുന്നത്. വലത് വെപ്പാ, അത് 10, 18, 20, 25 വയസ്സാകുമ്പോഴേക്കും നഷ്ടപ്പെട്ടു തുടങ്ങി. അതുപോലെ ഒരു ഗന്ധർവബാധ ഒഴിപ്പിക്കാൻ ഗുരുനാഥൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു എളനാട് ഭാഗത്ത്. അവിടെ ആ സമയത്ത് ഭയങ്കര രസമാണ്. ആ ഗന്ധർവബാധയുടെ ഞാൻ രണ്ടോ മൂന്നോ ഗന്ധർവബാധ കണ്ടിട്ടുള്ളൂ ഞാൻ ശരിക്കും ആധികാരികമായിട്ട്. അതും ഗുരുനാഥൻ ഉറപ്പ് വരുത്തും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ കൈവിടണം. ഒരു അലോപ്പതി വൈദ്യൻ കൈവിട്ടാൽ മാത്രമാണ് അദ്ദേഹം കൈ വെക്കുള്ളൂ. ഒരു ശാസ്ത്രത്തിൽ കൊടുത്തിട്ടേ ആക്കുള്ളൂ. എല്ലാം ചെയ്തിട്ട് വരാൻ പറയും. പിന്നെ അത് കഴിഞ്ഞൊരു ആയുർവേദ ഡോക്ടറിനെ കാണും. അത് കഴിഞ്ഞൊരു വൈദ്യൻ, നാട്ടിൽ വൈദ്യൻ്റെ അയാളെ കാണും. അയാളാണ് മധുസ്വാമിനെ സജസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോഴേക്കും ഇവരുടെ 3 ലക്ഷം പോയിട്ടുണ്ടാവും മൊത്തം. അപ്പോൾ ഗുരുനാഥൻ്റെ കയ്യിലെത്തുമ്പോഴേക്കും ഒന്നും ഉണ്ടാവില്ല അവർ. അങ്ങനെ ഗന്ധർവബാധ ഒഴിപ്പിക്കാൻ നിൽക്കുന്ന സമയത്ത്, ഇതുപോലെ ഒഴിപ്പിക്കുന്ന നിൽക്കുന്ന സമയത്ത് ചില ക്രിയകളുണ്ട് അവർക്ക്. വടക്ക് ഭാഗത്ത് ഒരു അവലും വരും വയ്ക്കുക, തെക്ക് ഭാഗത്ത് ഒരു പൂക്കുല കൊണ്ട് വയ്ക്കുക, ചില ഭാഗത്ത് നെല്ല്, ഒരു പിടി നെല്ല് കൊണ്ട് വയ്ക്കും. അങ്ങനെ ഇവരുടെ സേവാമൂർത്തികൾ നിൽക്കുന്ന പരിപാടിയാണ്. എനിക്ക് പറഞ്ഞിട്ടില്ല കേട്ടോ, അത് ആ വിദ്യ എൻ്റെ കയ്യിലില്ല, കണ്ടിട്ടേ ഉള്ളൂ ഞാനത്. അങ്ങനെ പിന്നെ ഗന്ധർവന് ഇഷ്ടപ്പെട്ട ചില പഴങ്ങൾ, അതിൽ ഇത് വരുന്നുണ്ട്, ഈന്തപ്പഴം വരുന്നുണ്ട്. ഈന്തപ്പഴത്തിൽ നെയ്യും തേനും ചാലിച്ച് അത് വയ്ക്കുന്നുണ്ട്. അതേപോലെ ഇഞ്ചി അരച്ച് മഞ്ഞൾ ചേർത്ത് വെക്കുന്നുണ്ട്. മഞ്ഞൾ മിക്സിയിലിട്ടിട്ട് പാലൊഴിച്ചിട്ട് അടിക്കാൻ പറയും, അതുകൊണ്ട് വെക്കുന്നത്. അങ്ങനെ പല സാധനങ്ങളും വെച്ചിട്ട് അദ്ദേഹത്തിനെ ഒരു എനർജി ഇതാകുന്നുണ്ട്. അങ്ങനെ ഒരു സമയത്ത് ഒരു നാക്കിലയിൽ കുറച്ച് അവലും മരനും പഴം വെച്ച് തന്നു. പിന്നെ അതിൽ ചന്ദനത്തിരിയുടെ നല്ല മണമുള്ള ചന്ദനത്തിരി പൊടിച്ചു, ഇടയിലിട്ട് തന്നു. ഒരു തിരി വെച്ചു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഗൗരവമുണ്ട്. ഇങ്ങനെ കൈ ഇങ്ങനെ മുറുക്കി പിടിക്കും. എന്നിട്ട് പറയും, അനങ്ങാതെ 2 പുറത്തും നോക്കാതെ നേരെ പിന്നിലേക്ക് നോക്കിക്കോ, 2 പുറത്തും നോക്കരുത്. ഇത് എന്ത് വിചിത്രമായിട്ടുള്ള പരിപാടിയാണ്. അങ്ങോട്ടും നോക്കാതിരിക്കാൻ പറ്റും ഒരു മനുഷ്യന്. നേരെ നോക്കാൻ പാടുമോ? ഇനി പിന്നിലേക്ക് വേണം ഇങ്ങനെ നോക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പാടില്ല. അത്രേ വെച്ചാൽ ഇടതും വലുതും നമ്മുടെ ഈ ഇത് ഒരു സാധനം നോക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഭയങ്കര കോൺഷ്യസ് ആവും. നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കാൻ അതെങ്ങനെ സാധിക്കുന്നൊക്കെ അറിയാത്തത്. ഞാൻ ഇങ്ങനെ നോക്കണം, ഇത് 2 കാണാനുണ്ട്. ഞാൻ പോയി വാതിലിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും കറണ്ട് പോയി, എന്ന് പറഞ്ഞിട്ട് കറണ്ട് പോയി. അവിടെ നിന്ന് ഒരു വീഴ്ച വീണു ഞാൻ അവിടെ. ഈ അവലും മരം എവിടെ പോയി എനിക്കറിയില്ല. എനിക്ക് ഈ നുണ പറഞ്ഞ സ്വഭാവം പണ്ടേ ഉണ്ടല്ലോ. ഞാൻ തിരിച്ചു വന്നിട്ട് അവലും മരം വെച്ചു പറഞ്ഞു. ഞാൻ വെച്ചിട്ടുണ്ട് പറഞ്ഞു. വെച്ചോ ചോദിച്ചു. ആ വെച്ചു പറഞ്ഞു. എൻ്റെ കയ്യിൽ നിന്നൊക്കെ തെറിച്ചു. അത് ഞാൻ അവിടെ പേടിക്കുകയും ചെയ്തു. സംഗതിയൊക്കെ ഒഴിപ്പിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. 1 മണിക്ക് രാത്രി വീട്ടിലെത്തി. അന്ന് മുതൽ ഒരു 6-7 ദിവസം കലാപരിപാടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഞാൻ ഒരു ഉറക്കം നോക്കുന്ന സമയത്ത് വേർത്തിട്ടുണ്ടാവും. മധുസ്വാമി ഇങ്ങനെ ഇരുന്നിട്ട് വീശിണ്ടാവും എന്നെ ചുറ്റും. അലറുകയാണ് അത്രേ ഉറക്കത്തിൽ. അലറി വിളിക്കുക, ഞാൻ അറിയുന്നില്ല, ഞാൻ സുഖമായിട്ട് ഉറങ്ങുകയാണ്. പക്ഷേ അലർച്ച, ഞാനിങ്ങനെ നിലവിളിക്കാൻ അത്രേ ഉറക്കത്തിൽ. അപ്പുറത്തെ വല്ല ഉണ്ണിയമ്പൂരിയും ഭാര്യയൊക്കെ ചിലപ്പോൾ ചോദിക്കേണ്ടായിരുന്നു, എന്താ ബാലുവിൻ്റെ ശബ്ദം കേട്ടല്ലോ രാത്രി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ സ്വാമിക്കാന്ന് വെച്ചാൽ നാണക്കേട്. നാട്ടുകാരുടെ മുഴുവൻ പാത മാറ്റി കൊടുക്കണമെങ്കിൽ കൂടെ ഉള്ളവൻ്റെ പാത മാറുന്നില്ല പറയുമ്പോൾ നാണക്കേടല്ലേ. ചരടുകെട്ടലും മുഴിയലും പാടലും അങ്ങനെ ആകെ പരിപാടിയായിരുന്നു ഇത്. അങ്ങനെ പല ഭാഗത്തും എനിക്ക് ഇങ്ങനെ പറ്റിയിട്ട് ഇപ്പോഴും എനിക്ക് ഉറക്കത്തിൽ എഴുന്നേറ്റ് കിടക്കുന്ന സ്വഭാവമുണ്ട്. രാമൻകുട്ടിയേട്ടൻ പറഞ്ഞിട്ട് അന്നൊരാൾ കണ്ടിരുന്നില്ലെങ്കിൽ ഞാൻ വല്ല കിണറ്റിലേക്ക് പോയി ചാടുക, വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുക. അപ്പോൾ പൂജാ സ്ഥലത്ത് പോയ സ്ഥലത്ത് നിന്ന് ഒരു നിലമ്പൂർ ഭാഗത്ത് തന്നെ, ഞങ്ങൾക്ക് മെയിൻ സ്ഥലമാണ് ഞങ്ങളുടെ നിലമ്പൂർ. അവിടെ നിന്ന് പോയിട്ട് ഇതുപോലെ ഉറക്കം എഴുന്നേറ്റ് പ്രസാദേട്ടൻ പറഞ്ഞിട്ട് എൻ്റെ പരികർമ്മയെ പിടിച്ചത്. അയാൾ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ കിണറ്റിൽ പോയി ചാടും. അങ്ങനെയുള്ള ചില മാനസിക പ്രശ്നങ്ങളും ഇതിൻ്റെ ഇടയിൽ നമുക്ക് വന്നു ചേരുന്നതാണ്. അപ്പോൾ ഒന്നും അറിയാത്ത ഇതൊന്നും ഒരു ഗുണമാണോ ഇല്ലാത്ത നമുക്ക് തന്നെ ഇങ്ങനെയൊക്കെയാണ്. തമ്പുരാൻ്റെ കഥയൊക്കെ എന്തായിരിക്കും. ഒരു നിമിഷം കൊണ്ട് ഒരുത്തിൻ്റെ കണ്ണൊക്കെ ഓപ്പൺ ആക്കി കൊടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊക്കെ അനുഭവിച്ചിട്ടല്ലേ ചാവാൻ പാടൂ, അടിക്കാതിരിക്കാൻ പാടൂ. അങ്ങനെയുള്ള ഉപാസനകളുണ്ടായിരുന്നു, അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇപ്പോഴും മന്ത്രവാദത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കുറച്ച് അനുഭവിക്കാൻ വിടാനാണ് പറയുക അവർ.
അപ്പോൾ കർമ്മഫലം എന്ന് പറഞ്ഞ സാധനം വളരെയധികം സത്യമാണ്. ആ കർമ്മഫലമാണ് ഇന്ന് രോഗങ്ങളായിട്ട് പരിണമിക്കുന്നത്. ഈ ഡയബറ്റിക്കിന് അങ്ങനെ ഒരു പ്രമേഹം ഒരു എത്ര 18 തരത്തിലുള്ള എത്ര പ്രമേഹത്തെ 10 തരത്തിലെ പ്രമേഹം എന്തോ പറയുന്നുണ്ട് അതിൽ. വാദത്താൽ ഉണ്ടാവുന്നത്, കഫത്താൽ ഉണ്ടാവുന്നത്, അതിൽ വാദത്താൽ ഉണ്ടാവുന്നത് മാറില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ അടുത്ത് ഗുരുനാഥൻ പറഞ്ഞ കേട്ടിട്ടുണ്ടായിരുന്നു. വാദത്താൽ പിത്തത്താലുള്ളത് എന്തോ പഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അങ്ങനെ അത്രേ പഴുക്കുന്നതൊക്കെ. കഫത്താൽ ഉണ്ടാവുന്നത് പഴുക്കും, പിത്തത്താൽ ഉണ്ടാവുന്നത് എന്താ പറയുക ഉണങ്ങിപ്പോയി, ശരീരം ഉണങ്ങി ഇതായി പോകത്രേ. ഇതെല്ലാം കർമ്മഫലമായിട്ട് വരുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ഇപ്പം ഞാൻ വെച്ചാൽ എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കൊണ്ട് കുറച്ച് ചെടികൾ പറയും, ആ നിശ്ചിത ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ പറയും ഇത്ര ദിവസം. ഇപ്പോൾ തെങ്ങ്, കവുങ്ങ്, പ്ലാവ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിനെ പുഷ്ടിപ്പിക്കാൻ പറയും. കുറച്ച് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറയും. പിന്നെ വേറെ വല്ല ഡയാലിസിസ് പേഷ്യൻറ്റോ അങ്ങനെ വല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറയും. ഏതെങ്കിലും കുട്ടികളുടെ കല്യാണം ഉണ്ടെങ്കിൽ നടത്തി കൊടുക്കാൻ പറയും. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ആകുമ്പോൾ ദോഷം കുറയുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി അനുഭവം കൊണ്ടേ അറിയാൻ പറ്റത്തുള്ളൂ. നാട്ടുകാരെ മാറ്റി നമ്മളും സൈഡാവുകയാണ്. ഇത് ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട്. ശരീരം തൂങ്ങുന്ന സമയത്ത് വെച്ചാൽ നമ്മുടെ ശരീരം ഇപ്പോൾ നല്ല ഇതാണ് സ്റ്റിഫായി നിൽക്കുന്നുണ്ടല്ലോ, ബോഡി സ്റ്റിഫായി നിൽക്കുന്നുണ്ട്. ഇത് മാറി നമ്മളൊരു വയസ്സിൻ്റെ പോലെ ഒന്ന് ചെസ്റ്റൊക്കെ തൂങ്ങി തുടങ്ങും. നമ്മുടെ ഭാര്യ നമ്മളെ വേണ്ടാന്ന് പറഞ്ഞൊരു കാലഘട്ടം വരും. അപ്പോൾ ദേവത ഉപേക്ഷിക്കണം എന്നാണ്. ഏതെങ്കിലും ഒരു കുരുത്തം കെട്ടവൻ്റെ തലയിൽ ഇത് വെച്ച് കൊടുക്കണം. ഏതെങ്കിലും ശിഷ്യൻ്റെ കയ്യിൽ ചോദിച്ചു വരും. ആ സമയത്ത് അവൻ സാഹസത്തോടു കൂടി ചോദിച്ചു വരും അത്രേ. അപ്പോഴേക്കും നമ്മൾ തീരുമാനമായി ഉണ്ടാവും. ഉടനെ ഈ മൂർത്തിയെ പിടിച്ചിട്ട് ഇത്ര നേരം നീ എന്നെ ഊറ്റി, നീ അവനെ ഊറ്റിക്കോ പറഞ്ഞിട്ട് കൊടുക്കും. ഗുരുനാഥൻ്റെ ഞാനൊരു ഗ്രന്ഥം കാണിച്ചു തന്നില്ലേ, ആ ഗ്രന്ഥത്തിൽ ശരിക്കും എഴുതി വെച്ചിട്ടുണ്ട് ഇത് ശിഷ്യന് എടുത്തു കൊടുക്കരുത്, സ്വയം നശിക്കുന്ന അതിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഗുരുനാഥന് എടുത്ത് തന്നിട്ടില്ല. കുറേ പേജ് വലിച്ച് കീറിയിട്ടുണ്ട്. അതിൽ കിരീട തന്നത്. പക്ഷേ അതുപോലെ തമിഴ് ലിപികളൊക്കെ ആദ്യം മലയാളം ശരിക്കും തമിഴ് തന്നെയാണ്. തമിഴിനോട് ശിവായ ശിവക്കുളുന്തേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൻ്റെ മന്ത്രങ്ങളൊക്കെ വരുന്നത്. തായേ നീയും വന്നിരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മയെ വിളിക്കുന്നതൊക്കെ. തായ് എന്ന് പറയുന്ന സമയത്ത് തന്നെ എല്ലാം ആയതിൽ. അപ്പോൾ അത് തമിഴിനോട് ബന്ധപ്പെട്ടിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അത് എങ്ങനെയാണ് അങ്ങ് അതിനെ വേർതിരിച്ച് മനസ്സിലാക്കാൻ? എന്തായാലും അങ്ങയൊരു ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് അതിൻ്റെ മലയാള ഭാഷ കുറച്ച് ഇൻക്വിസിറ്റീവ്, അതിങ്ങനെ ഭയങ്കര നമ്മൾ പറയില്ലേ ഒരു ജിജ്ഞാസ, അതിനെ ഒരു സ്ഥിര ജിജ്ഞാസ അങ്ങേക്ക് എപ്പോഴും ഉണ്ട്. എന്തൊരു സാധനം കാണുമ്പോൾ അതെടുത്ത് നോക്കി മറിച്ചൊക്കെ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? അത് ഫേസ്ബുക്കിലത്തെ പോസ്റ്റ് വരെ എനിക്ക് അതിന് സഹായമുണ്ട്. വെറുതെ ഒരുത്തൻ എന്താ പറയുക എന്തൊരു വഴക്കുണ്ടാക്കണതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കൊരു വലിയൊരു കണ്ടൻറ്റ് കിട്ടി. അതാണ് ദേവിയുടെ നമ്മൾ പറഞ്ഞത്. പ്രകൃതിയിൽ ഒരുപാട് എപ്പോഴും ഞാൻ ഫേസ്ബുക്കിൽ വലിയ വലിയ ആചാര്യന്മാർ വഴക്ക് നടക്കുന്ന സ്ഥലത്ത് അടിയിൽ പോയി നിൽക്കും. ഇവന്മാർക്ക് ദേഷ്യം വന്നാലാണ് ഒന്നിക്ക് ഇവന്മാർ കള്ളു കുടിക്കണം, അല്ലെങ്കിൽ ഇവന്മാർക്ക് ദേഷ്യം വരണം. അപ്പോഴാണ് അറിവ് പുറത്തേക്ക് വരുള്ളൂ. ശത്രുവിനെ തോപ്പിക്കുമ്പോഴേ നമ്മുടെ ഫുൾ എനർജി നമ്മൾ പുറത്തേക്ക് എടുക്കുള്ളൂ. അങ്ങനെ ഈ സോഷ്യൽ മീഡിയ വളരെ ഉപകാരമായിട്ടുണ്ട് ഓരോ കാര്യത്തിന്. അവരുടെ അറിവ് പരമാവധി എടുത്ത് പുറത്തു വിടും. അവർ പഠിച്ച കാര്യങ്ങളായിരിക്കാം, പുസ്തകത്തിൽ വായിച്ച കാര്യങ്ങളായിരിക്കാം. നമുക്കത് വലിയ സഹായമാണ്. അങ്ങനെയാണ് ഞാൻ ലോകത്ത് മൊത്തത്തിൽ നിന്നാണ് കിട്ടുന്നത്. പിന്നെ ഒരുപാട് മാന്ത്രികത്തിൽ സഹായിച്ചവരാണ് പുരുഷോത്തമൻ നായർ എന്ന് പറഞ്ഞ ആൾ. എന്നെ ദൈവദൂതനെ പോലെ വന്ന് എന്നെ സഹായിച്ചൊരു മനുഷ്യനാണ്. കാരണം ഞാൻ ആശ്രയേറ്റ് ഇന്ന് എന്താ പറയുക ഒരു ബാധയുടെ മുമ്പിൽ ഞാൻ അതാ ഇൻസിഡൻറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഒരു പ്രയാസമുള്ള ഇൻസിഡൻ്റ് അല്ല പറയാൻ. അതെങ്ങനെയാണ് ഒരു അങ്ങ് ശരിക്കും പറഞ്ഞാൽ തളർന്നു പോയി, നാണം കെട്ടു. അതെ പറഞ്ഞാൽ ശരിയാവുമോ? അല്ല, ബാധവിഷയമല്ല, ശരിക്കും റിയലിസ്റ്റിക്കലി ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് അറിയാം. ഇപ്പം അങ്ങ് ഇത് പറയുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പ്രേക്ഷകരായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മൾ വിളിക്കുന്നുണ്ട്. ഈ പ്രാക്ടിക്കലി നമുക്കൊരു വിസിബിൾ ഒരു സാധനം നമുക്ക് നടക്കണ്ട. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധനം ഡൗൺലോഡ് ചെയ്യാൻ വെച്ചു, അത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് എന്താ കാര്യമുള്ളത്? ഡൗൺലോഡിങ് എന്ന് കാണുന്നത് സാധനം ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കത് കാണാൻ പറ്റണ്ടേ? അപ്പോൾ ചില സാധനങ്ങൾ നമുക്ക് ഒരു ഇതിപ്പം ലോക സിനിമയിൽ ഉപയോഗിക്കുന്നതാണല്ലോ. എല്ലാ സിനിമയിലും ലോകാന്ത സിനിമ മുതൽ എല്ലാ ഇൻ്റർനാഷണൽ മൂവീസിലും ഇതൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ കുറച്ച് കാലം മുന്നേ എനിക്ക് തോന്നുന്നു ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്നൊരു കോൺസെപ്റ്റ് ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ല. ഇന്നർ ചൈൽഡ് ഹീലിംഗ് അത് ഞാൻ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തില്ലേ. അത് കേൾക്കുമ്പോൾ അതിലൊക്കെ ചാത്തന്മാരുടെയും അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ സങ്കല്പങ്ങൾ വിദേശത്തിലെ ആൾക്കാർ യൂസ് ചെയ്തിട്ട് 25,000 30,000 1 അവറിനാണ് ആ ക്ലെൻസിങ്ങിന് ഉപയോഗിക്കുന്നത്. അവരെ സംബന്ധിച്ച് അവർ സംസാരിക്കുമ്പോൾ ഈവൻ ഒരു സെക്ഷൽ വർക്ക് അല്ലെങ്കിൽ ഒരു സെക്സ് വർക്കർ അല്ലെങ്കിൽ അങ്ങനെയുള്ള വർക്കറിന് അവർ വർക്കർ എന്നല്ല പറയുക, സെക്ഷൽ ഹീലേഴ്സ് എന്നാണ് പറയുക. ആ ഹീലിംഗ് ആണത്. അല്ല, അതൊരു ആവശ്യമുള്ള ഒരാളുടെ, അല്ലാതെ ഒരാളെ ഉപദ്രവിക്കാൻ പോകുന്നില്ല. അപ്പോൾ അവർ ഹീലേഴ്സ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് അങ്ങ് നേരത്തെ പറഞ്ഞ സത്യമാണ്. ഈ തത്വം അല്ലെങ്കിൽ ഈ ഒരു വേദം ഒരു എല്ലാവർക്കും ആക്സസിബിൾ ആയിരുന്നു പണ്ട്, അല്ലേ? ഗ്ലോബലി എല്ലാവരും. അപ്പോൾ പലരും പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു അനുഭവം പറയുന്നതിൽ
മണിച്ചിത്ര സിനിമ കണ്ടിരുന്ന മലയാളിക്ക് ഇപ്പോൾ അനുഭവം പറയുന്നതിന് എന്ത് പ്രശ്നമുള്ളത്? നമ്മൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണല്ലോ. എത്രയോ ഡയറക്ടേഴ്സ്, ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ടാക്കിയ മൂവിയാണ്. ഓരോരോ സീനും ഓരോ ആൾക്കാരാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അനുഭവങ്ങൾക്ക് എപ്പോഴും ഒരു പ്രസക്തി ഉണ്ട്. എനിക്ക് തോന്നുന്നു അനുഭവങ്ങൾ പറയുന്നത് കൊണ്ടാണ് അങ്ങയുടെ ഈ പോഡ്കാസ്റ്റിനും പ്രസക്തി ഉണ്ടാവുന്നത്. അപ്പോൾ എങ്ങനെയാണ് അങ്ങനത്തെ ഒരു തോൽവിയിലേക്ക് വരുന്നത്? കുറച്ച് അഹങ്കാരത്തോടെ പല പരിപാടികൾക്ക് നമ്മൾ പോവാം. മധുസ്വാമി മരിച്ച് 41ാമത്തെ ദിവസം ഞാൻ മറ്റേ മണപ്പുള്ളിക്കാവ് എന്നൊരു ക്ഷേത്രത്തിൽ പൂജയ്ക്ക് വേണ്ടി തന്ത്രത്തിന് വേണ്ടിയായിരുന്നു. അന്ന് അവിടുത്തെ വെളിച്ചപ്പാട് തുള്ളി വന്ന്, അന്ന് നമ്മൾ മുഖം തെളിയാത്തൊരു സമയമാണ് വെച്ചാൽ സ്വാമി പോയി ഉപയോഗിക്കണ മണി മധുസ്വാമിയുടെ മണി, സ്വാമി അടിച്ചുകൊണ്ടിരുന്ന മണിയാണ് ഞാൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാമി ഒത്തിരി ഏറ്റവും വലിയ ദിവസം നിലമ്പൂർ ഞങ്ങളൊരു പൂജിക്കുന്ന സമയത്ത് മധുസ്വാമി ഒരു ഹനുമാൻ സ്വാമീനെ ഒരു മുരുകനെയും മറ്റേ ബാലാലയത്തിലാക്കിയിരുന്നു. അപ്പോൾ പ്രതിഷ്ഠയ്ക്ക് അദ്ദേഹം ചെയ്യാൻ പറ്റിയില്ല, അദ്ദേഹം മരിച്ചുപോയി. ബാലാലയത്തിലാക്കി പോയി. അപ്പോഴേക്കും കൊറോണ ഡിക്ലറായി, എല്ലാ പ്രശ്നങ്ങളൊക്കെ തീർന്ന് വരുമ്പോഴേക്കും അദ്ദേഹം മരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ബാലാലയത്തിൽ നിന്ന് തിരിച്ച് അങ്ങോട്ട് വെക്കണം. ആ സമയത്ത് ഞങ്ങൾ പൊതുവെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കും. പൂജയുടെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് മുഹൂർത്തമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാരാർ ഇത് കൊട്ടും. പാണി കൊട്ടുന്ന സമയത്ത് ഞാനാണ് ശംഖ് എടുക്കുക. ശംഖിൻ്റെ ഉത്തരവാദി ഞാനൊരു 18 കൊല്ലം ശംഖ് ഊതിയിട്ടുണ്ട്. അത് നല്ല രസമാണ് വെച്ചാൽ അന്ന് ഈ ബോഡി ഉണ്ടല്ലോ, മസിലുണ്ടല്ലോ. അപ്പോൾ ഈ ഹനുമാൻ്റെ ഒരു ഇത് കണ്ടിട്ടില്ലേ, ഒരു കാർട്ടൂണിലൊരു ഇത് കണ്ടിട്ടില്ലേ, ശംഖ് ഇങ്ങനെ പിടിച്ചിട്ട് ഹനുമാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, ഇങ്ങനെ ബൈസപ്സ് ഒക്കെ ഇങ്ങനെ കാണിച്ചിട്ട് നിൽക്കുന്നുണ്ടാവും. അതേപോലെ നല്ലോണം കച്ചൊക്കെ മുറുക്കിയിട്ട് 4 പെൺകുട്ടികളുടെ മുമ്പിൽ പോയിട്ട് ഞാനിങ്ങനെ കൊണ്ട് ഊതാൻ വേണ്ടി ഇങ്ങനെ നിൽക്കും. അപ്പോൾ ശ്വാസം പിടിച്ച് നിൽക്കും. അതൊരു എന്താ പറയുക, നമുക്കൊരു അവർ നോക്കുന്നില്ല, അവർക്ക് തേങ്ങയുടെ മൂടാണ് അവർക്ക്. നമുക്കതെന്തോ വലിയ കുട്ടികൾ നോക്കുന്നുണ്ടെന്നാണ് നമ്മുടെ തോന്നല്. എന്നിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ട് അവർ ഊതുണ്ട്. തന്ത്രിയായിട്ടുള്ള ഞാൻ ഈ വേഷമൊക്കെ കെട്ടി വന്നിട്ട് ശംഖ് എടുക്കാൻ നോക്കുകയാണേ. അപ്പോൾ ആ പരികർമ്മി രാമൂട്ടേട്ട ചിരിച്ചിട്ട് ആ ശംഖ് മേടിച്ചു. ഇനി മുതൽ ഞാനാണിത്. സ്വാമി പഴയ ഓർമ്മയിൽ ഉത്തരിയൊക്കെ ഇട്ടിട്ട് തന്ത്രിയുടെ വേഷം കെട്ടി ഞാൻ അങ്ങനെ ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്നിട്ട് ശംഖിലിക്കാൻ പോകുന്നത് ആ ഓർമ്മയിൽ. ഞാൻ എൻ്റെ വിചാരിച്ചാൽ സ്വാമി ഉണ്ടല്ലോ, ഇവിടെ തന്ത്രി ഉണ്ടല്ലോ, ആ ഒരു ഓർമ്മയിൽ. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എൻ്റെ ഓർമ്മ തെറ്റാന്ന് മനസ്സിലായി. രാമൂട്ടേട്ടൻ വേഗം ശംഖ് എടുത്തിട്ട് ഞാൻ ഊതിക്കോളാ പറഞ്ഞു. സ്വാമി അതിലിരിക്കൂ പറഞ്ഞു. അങ്ങനെ അതുപോലെ രാജ്യാഭിഷേകം മാറുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഫീൽ വരുന്നത് ഞാൻ ആചാര്യനായി എന്നുള്ളത് അവർ കാണിക്കുന്ന ബഹുമാനത്തിലൂടെയാണ് എനിക്ക് മനസ്സിലായത് എനിക്കിനി രക്ഷയില്ല, ഞാനിനി വേഷം കെട്ടിയേ പറ്റൂ. കാരണം പുലിവേഷമാണ് കെട്ടാൻ പോകുന്നത്. ഞാൻ പൂച്ചയാണ് ആയിക്കോട്ടെ, എങ്കിലും പുലിവേഷമാണ് കെട്ടാൻ പോകുന്നത്. ആ പുലിത്തോൽ എടുത്തിട്ട് ഇരിക്കാൻ നിവൃത്തിയുള്ളൂ. അങ്ങനെ ഒരു മണപ്പുള്ളിക്കാവിൽ പൂജയ്ക്ക് പോകുന്ന സമയത്ത് ആ പൂജ കഴിഞ്ഞ് അപ്പോൾ എൻ്റെ മുഖം തെളിഞ്ഞിട്ടില്ല, അപ്പോഴും മനസ്സിലാക്കി വിഷമം തന്നെയാണ്. വെളിച്ചപ്പാട് തുള്ളിയുന്ന തന്ത്രിക്ക് വാക്ക് കൊടുക്കണം. അദ്ദേഹത്തിന് ആദ്യം അവരുടെ വീട്ടുകാർക്ക് വാക്ക് കൊടുക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇതുണ്ട്, പൂജാരിക്ക് വാക്ക് കൊടുത്ത് തന്ത്രിക്കൊരു വാക്ക് കൊടുക്കും. എന്താ ചിലപ്പോൾ നന്ദി പറയലാണ് ഉണ്ടാവുക, വേറൊന്നുമില്ല, 10 ലക്ഷം ഒന്നും ഉണ്ടാവില്ല. പൂജകനോടാണ് എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറയും. മറ്റേ ശരിയായില്ല, മറ്റേ ശരിയായില്ല, അവലും മറ്റും വെച്ച് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞത് അവനോട് പറയും. നമ്മളോട് അങ്ങനെയില്ല, വളരെ സന്തോഷം അങ്ങയുടെ പരമ്പരയ്ക്ക് ഇവിടെ വന്ന് പൂജ ചെയ്യാനൊരു അവസരം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രത്യേക താളത്തെ സംസാരിക്കുക. എന്നെ അങ്ങോട്ട് അദ്ദേഹം പിടിച്ച് മാറ്റി നിർത്തിയിട്ട് അദ്ദേഹം അങ്ങനെ എന്താ വിറച്ചിട്ട് അങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് വിജേട്ടൻ എന്ന് പറയും. വിജേട്ടൻ വിറച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് പെട്ട് കഴിഞ്ഞാൽ ആദ്യം ഞങ്ങളെ വിളിക്കണം കേട്ടോ പറഞ്ഞു, എന്നിട്ടേ വേറെ ആരെങ്കിലും വിളിക്കാൻ പാടൂ, വിളിച്ചാലേ വരാൻ പറ്റത്തുള്ളൂ, അന്യ സമ്പ്രദായമായി പോയി പറഞ്ഞു അദ്ദേഹം. കാരണം എൻ്റെ ഗുരുനാഥൻ്റെ സമ്പ്രദായമല്ലല്ലോ, അപ്പോൾ വിളിക്കണം. മണപ്പള്ളി ഭഗവതി എന്ന് വിളിച്ചാൽ ഇവിടുന്ന് ഗുരുനാഥനെ പോയിട്ടുള്ളൂ, ഗുരുനാഥൻ വെച്ച ദൈവങ്ങൾ പോയിട്ടില്ല എന്നും പറഞ്ഞിട്ടൊരു അങ്ങനെ ഒരു. അപ്പം ഞാൻ ആ ഒരു ഇതിലാണ് പോയിക്കൊണ്ട് എൻ്റെ കൂടെ എല്ലാവരും ഉണ്ട്, എല്ലാവരും അനുഗ്രഹമുണ്ട്. പിന്നെ എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്, അമ്മയായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ. സത്യം പറഞ്ഞാൽ മധുസ്വാമി മരിച്ചിട്ട് ഞാൻ അവർ ഇറങ്ങേണ്ട ഒരു സീനുണ്ട്. എന്ന് വെച്ചാൽ അദ്ദേഹം അവസാനം ഡോക്ടർ അതാ പറഞ്ഞത്, ഒരു 1:30 എന്നെ വിളിച്ചിട്ട് എൻ്റെ കയ്യിൽ ആ മാലയും തന്നിട്ട് ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. കാലം മോശമാണ്, കണ്ടറിന് ജീവിച്ചോന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. വാതിലടച്ച് ഞാൻ ICUവിൻ്റെ പുറത്ത് വന്നിരിക്കുകയാണ്. എനിക്ക് ഈ സ്റ്റുഡിയോയുടെ തണുപ്പൊക്കെ വരുമ്പോൾ ഒരു ട്രോമ വരുന്നുണ്ട്. ഞാൻ ഈ ICUവിൻ്റെ ഉള്ളിലത്തെ തണുപ്പ് എനിക്കിപ്പോഴും മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ICUവിൻ്റെ ഉള്ളിലത്തെ ഒരു മരവിച്ചൊരു തണുപ്പുണ്ട്, ഒരു മരണത്തിൻ്റെ തണുപ്പുണ്ട്. നമുക്ക് ആ ബോധം വളരും. ഈ ലൈറ്റും എന്താ പറയുക, ഈ തണുപ്പും വരുന്ന സമയത്ത് ആ ഒരു എന്താ പറയുക, ഒരു ഓർമ്മ ഇങ്ങനെ വരും ചില സമയത്ത്. അതേപോലെ ഈ ഒരു തണുപ്പിൻ്റെ ഉള്ളിൽ ഞാൻ പുറത്തേക്ക് ചൂടിലേക്ക് മാറി. അപ്പോൾ അദ്ദേഹം ഞാൻ പുറത്തിരുന്ന സമയത്ത് മരണം കഴിഞ്ഞു. ഡോക്ടർ എന്നെ വിളിച്ചു, വരൂ പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഞാൻ അവിടെ ചെന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച സ്വാമി അവിടെ ഇരിക്കുന്നുണ്ടാവുന്ന. അപ്പോൾ ഇങ്ങനെ ഇരിക്കണം മധുസ്വാമി, ഞാൻ കാഴ്ച അവസാനം കണ്ടതാണ്. ഞാൻ അവിടെ ചെന്ന് നടത്തുന്നപ്പോൾ ഞാൻ ചോദിച്ചു, കഴിഞ്ഞു പറഞ്ഞു. ഡോക്ടർ കഴിഞ്ഞു. താനാരാ ചോദിച്ചു ആദ്യം എൻ്റെ അടുത്ത്. മകനാണോ എന്നുള്ള, അനിയൻ്റെ മകനാരാന്നല്ല. അപ്പോൾ അങ്ങനെ ആരുമല്ല, ശിഷ്യനാണ് പറഞ്ഞു. അങ്ങനെ എന്നാൽ ഇതിൻ്റെ ആൾക്കാരെ വിളിക്കുക പറഞ്ഞു. എൻ്റെ അങ്ങനെ മൊബൈലിൽ അവരെ വിളിച്ചിട്ട് ഞാൻ അറിയിക്കുകയാണ്, വീട്ടുകാരൊക്കെ അറിയിക്കുകയാണ് മദ്രാസിലുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു, സ്വാമി അവസാനം എന്താ പറഞ്ഞു ചോദിച്ചു ഞാൻ. അപ്പോൾ ഭസ്മം ചോദിച്ചു പറഞ്ഞു. അപ്പോൾ ഭസ്മം കൊടുത്തോ ചോദിച്ചു. ഇല്ല ഞങ്ങളുടെ ഇല്ലല്ലോ, ഞങ്ങൾ വെറുതെ വരച്ചു കൊടുത്തു നെറ്റിയിൽ. ഇങ്ങനെ അദ്ദേഹത്തിന് കാണാൻ പറ്റില്ല, കണ്ണാടിയൊന്നും ഇല്ലല്ലോ. മാല ഒന്ന് നേരത്തെ അവർ ഉരിച്ചിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട്. ഒരു കൊട്ട അദ്ദേഹത്തിൻ്റെ ഞാൻ ഇന്ന് ഞാൻ സൂക്ഷിക്കുന്നുണ്ട്, ഒരു മൊബൈൽ, ചെറിയൊരു കൊട്ട. അതാണ് അവർ അവിടെ ഒരു ഇതിലൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തു. ഞാൻ ഇറങ്ങുന്ന സമയത്ത് സാധാരണ ഈ കൊട്ട എടുത്ത് കഴിഞ്ഞാൽ എൻ്റെ മുമ്പിൽ അദ്ദേഹം ഉണ്ടാവും. ഇത് അദ്ദേഹം ഇല്ലല്ലോ, കാണണില്ലല്ലോ. എന്നിട്ട്
ഇതിൻ്റെ പുറത്തിറങ്ങിയിട്ട് ആ 3 നിലയുടെ മുകളിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ ICU ഉള്ളത് 3 നിലയുടെ മുകളിലാണ്. അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ പറയും എല്ലാ സ്ഥലത്തേക്കും എന്നെ അദ്ദേഹം കൊണ്ടുപോയിരുന്നല്ലോ, ഇതിൽ മാത്രം എന്നെ കൊണ്ടുപോയില്ല എന്നൊരു തോന്നുന്നു. അങ്ങനെ ഞാൻ താഴേക്ക് ചാടാൻ വേണ്ടിയൊക്കെ റെഡി ആയി നിൽക്കുക. അങ്ങനെ ഒരു ബുദ്ധിമോശം വെച്ചാൽ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ള തോന്നുന്നു തോന്നി. കഴിഞ്ഞു, എൻ്റെ ജീവിതം അവിടെ അവസാനിച്ചു എന്നുള്ളൊരു ഇതിലേക്ക് വന്നു. ആ സമയത്ത് എൻ്റെ അമ്മയുടെ കോള് വരുന്നത് ആ സമയത്ത്. കാരണം ആരൊക്കെ വിളിച്ച് പറഞ്ഞു ആൾ സ്വാമി പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമി പോയി കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്താണെന്ന് അമ്മയ്ക്ക് നല്ലോണം അറിയാം. അമ്മയുടെ കോള് വന്നിരുന്നല്ലെങ്കിൽ ഒരു ഞാൻ ചാടും, താഴേക്ക് ചാടും, ഈ കൊട്ടയം പിടിച്ച് ഞാൻ ചാടും. എന്നിട്ട് അവിടെ നിന്ന് തുടങ്ങിയതാണ് ആ കൊട്ടയം. ഇന്ന് ആ കൊട്ടേൻ്റെ അടുത്തുണ്ട്. ഞാൻ ഏത് പൂജയ്ക്ക് പോകുമ്പോഴും മധുസ്വാമിയുടെ കൊട്ട പിടിച്ചിട്ടേ പോകുള്ളൂ. എനിക്ക് കുടിക്കാനുള്ള വെള്ളം അതിനുള്ളിലാക്കും, എന്നിട്ടേ കൊണ്ടുപോകുള്ളൂ. സ്വാമി കൂടെ ഉള്ള പോലത്തെ ഒരു തോന്നലാണിത്. എന്നിട്ട് പിന്നെ നമുക്ക് കാണാൻ ശ്രമിക്കില്ല. അന്ന് കൊറോണയുടെ ആ ഒരു പ്രോട്ടോക്കോളിലാണിത് നടന്നുകൊണ്ടിരുന്നത്. വള്ളുവനാട് ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ മധുസ്വാമിയുടെ ഡ്രൈവർ എടുത്തുകൊണ്ട് പോയി. അയാൾ എന്താ പറയുക, അഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോയത്. നമ്മളും ക്വാറൻറ്റൈനിലായിരുന്നു. അതിൻ്റെ മൊത്തം കൊറോണ ബാധിച്ചിരിക്കുകയായിരുന്നു ആ സമയത്തൊക്കെ. ഗുരുനാഥൻ്റെ ബോഡി പോസിറ്റീവായിട്ടാണ് കിട്ടിയത്. ഒരു 14 ദിവസത്തോളം അദ്ദേഹം അവിടെ കിടന്നിട്ടുണ്ടായിരുന്നു. ആ ആശുപത്രിയിൽ നിന്ന് കിട്ടിയതാവുണ്ട് കൊറോണയുടെ. ബോഡി ചെക്ക് ചെയ്യുമ്പോൾ പോസിറ്റീവാണ്. അപ്പോൾ ചിതക്ക് തീ വയ്ക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. എന്നെ ക്വാറൻറ്റൈനിലാക്കി. അവിടുന്ന് ആയുർവേദ ശ്മശാനത്തിലേക്ക് ഇത് പോയി. അപ്പോൾ പിന്നെ ആ കൊട്ടയം കൊണ്ട് ഞാൻ തുടങ്ങിയതാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. എൻ്റെ എന്താ പറയുക, ഉപാസനയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ വിചാരിച്ചത് കഴിഞ്ഞ ഉടനെ ഒരു ശാന്തിയായിട്ട്, സാധാരണ വെട്ടിക്കാട്ടിൽ അമ്പലത്തിൽ ശാന്തി നിലവിലുണ്ടായിരുന്നു. രഗിൽ എന്നൊക്കെ ഒരു പയ്യൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ അവനോട് പോയിട്ട് അവൻ വേറെ വല്ല ജോലിക്ക് പോകാൻ പറയാം അവനോട്. അവൻ ശിഷ്യൻ തന്നെ എൻ്റെ. ഇനി ഞാനവിടെ താമസിക്കും, എനിക്കിനി ഒരു റിസ്ക് എടുക്കാൻ വയ്യ, ഞാൻ ആ മുരുകനെ സേവിച്ച് അവിടെ ഇരുന്നോളാം, ആ മണ്ണെടുത്തിയും പടച്ചോറെ കൊണ്ട് ഞാനവിടെ നിന്നാളാന്നാണ് വിചാരിച്ചത്. അങ്ങനെ അവിടെ ശാന്തിയാവാൻ വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. എൻ്റെ അങ്ങനെയായിരുന്നു. 15 ദിവസം കഴിഞ്ഞിട്ട് പയലൊക്കെ കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. 41 ദിവസം ഇരുന്നു ഞാനങ്ങനെ സ്വാമിയുടെ ഇതിന് വേണ്ടിയിട്ട്. ആ സമയത്ത് നിരന്തരം സ്വാമി സ്വപ്നം കാണലും, സ്വാമി ഒന്ന് വെള്ളം ചോദിച്ചു എന്നൊക്കെ ഇങ്ങനെ തോന്നും. എന്തൊരു പ്രാവശ്യം ഞാൻ സ്വാമിയുടെ പെങ്ങളെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ചേച്ചി എന്തെങ്കിലും ചെയ്യണം, കാരണം സ്വാമി വന്ന് എൻ്റെ അടുത്ത് വെള്ളം ചോദിക്കുകയെന്ന് പറഞ്ഞു. അവർ മദ്രാസിലാണ്. ദേഹം മുഴുവൻ മണ്ണ് പറ്റിയിട്ട് മധുസ്വാമി ഒന്ന് വെള്ളം ചോദിക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ ഒരാൾ അന്ന് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, ഇങ്ങനെ മുറ്റത്ത് തുളസിത്തറയിൽ വെള്ളം വെക്കണം, മധുസ്വാമി വെള്ളം ചോദിച്ചു വരുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു അന്ധവിശ്വാസത്തിലേക്കൊക്കെ എന്നെ തരാൻ തുടങ്ങി. അങ്ങനെ മദ്രാസിലത്തെ ചേച്ചീനെ ഞാൻ വിളിച്ച്, നമ്മുടെ പെങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം, ബന്ധുക്കൾ എന്തെങ്കിലും ചെയ്യണം, അത് വെള്ളം കിട്ടാൻ നടക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബാലു നീ ആദ്യമായിട്ടൊരു മരണം കണ്ടതിൻ്റെ പ്രശ്നമാണ്. അവർ വളരെ പക്വതയായിട്ടാണ് പറഞ്ഞത്. കാരണം ആ അമ്മയുടെ ഭർത്താവ് 20-30 ദിവസം ആകുമ്പോഴേക്കും പോയി. മൂത്ത മകൻ മരിച്ചു, അമ്മ മരിച്ചു, അച്ഛൻ മരിച്ചു, മൂത്ത ഏട്ടനും മരിച്ചു, നമ്മുടെ ഏട്ടനും മരിച്ചു. ഇന്ന് 6ാമത്തെ ആളാണ് ആ സ്ത്രീയുടെ ജീവിതത്തിൽ മരിക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞത്, ഞാൻ ഓണ ഉണ്ണനേക്കാളും കൂടുതൽ ചാവടിയന്തരം ഉണ്ടത്, അപ്പം നിനക്കിത് തോന്നലാണ്, നീ ധൈര്യമായിട്ട് ഇരിക്കും, ഉണ്ടാതിരിക്കും പറഞ്ഞതിൻ്റെ അടുത്ത്. അതൊരു എന്താ പറയുക, ഗുരുനാഥൻ പറഞ്ഞ പോലത്തെ റിപ്ലൈ പോയില്ലേ ഒരു അല്ലേ? അതെ അതെ. അല്ലെങ്കിൽ ആ ട്രോമയിൽ നമ്മൾ ഇങ്ങനെ കിടക്കും. അതെ 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 അതെ. അന്നത് വെച്ചാൽ ഒരുപാട് മരണം അവർ കണ്ടിട്ടുള്ള ആ ഒരു എന്താ പറയുക, ഒരുപാട് നമ്മളേതൊരു ഒരാളുടെ ഖലീൽ ജിബ്രാൻ്റെ ഒരു ഇതിൽ പറയില്ലേ, കഥയിൽ പറയില്ലേ, ഒരുപാട് കൊടുങ്കാറ്റുകൾ അതിജീവിച്ചൊരു എന്താ ചെടിയോ വൃക്ഷോ എന്താ പറയില്ലേ ഒരു കഥയെക്കുറിച്ച് അല്ലേ, അതുപോലെ അവർ നിന്നിട്ട് അവർക്കൊന്നുമല്ല, ഏട്ടൻ മരിച്ചോ ഇനി എന്താ കാര്യങ്ങൾ നോക്കുക, നമുക്കാണ് ജീവിതം പോയി എന്നുള്ളത്. ഇപ്പം ഞാൻ ആലോചിക്കുന്നുണ്ട്, ദൈവം അതിൻ്റെ മുകളിൽ നിന്നൊക്കെ ചാടിയിരുന്നെങ്കിൽ ഒരാവശ്യമില്ലാത്തൊരു എൻ്റെ ബഹുസ്വാമി തന്നെ. പക്ഷെ അത് പറയുമ്പോൾ എന്താ അറിയോ, നമുക്ക് എനിക്ക് തോന്നുന്നു ഗുരുനാഥൻ്റെ ഈ ചില അനുഗ്രഹ പരമ്പരകൾ, പിന്നെ ചില ആൾക്കാർക്ക് അത് ഉണ്ടാവില്ല. അതാലോചിക്കുക, അവർക്ക് പരമ്പര ഉണ്ടാവില്ല. അപ്പം അങ്ങ് അത് പരമ്പരയായിട്ട് അങ്ങേക്ക് കിട്ടാനും അതേപോലത്തെ ഒരു ശിഷ്യൻ, ആ ഗുരുനാഥൻ അങ്ങനെ ശിഷ്യൻ ഉണ്ടാവുന്നത് പോലും ആ മനുഷ്യൻ്റെ മഹാഭാഗ്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കൊട്ടയായിട്ട് പിന്നെ ഈ എക്സാക്ട് 41 ദിവസമാണോ ഈ പരിപാടി? 42 ദിവസം നിലമ്പൂരത്തെ പരിപാടി കഴിഞ്ഞു. നിലമ്പൂരത്തെ പരിപാടി കഴിഞ്ഞ് അല്ല, അന്ന് അമ്മ അങ്ങനെ വന്ന് അമ്മ പറഞ്ഞപ്പോഴേ അങ്ങോട്ട് പറഞ്ഞു, അങ്ങയുടെ കൈ പിടിച്ചിട്ടല്ലേ പറഞ്ഞത്. സാധാരണ അങ്ങനെ തന്തിരടുത്തൊക്കെ എപ്പോഴും നന്നായിട്ടുണ്ട് പൂജ അങ്ങനെ പറയാം. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ എന്താ അങ്ങേക്ക് തോന്നിയപ്പോൾ ഉള്ളിൽ? അതൊരു ആത്മവിശ്വാസമാണ്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ആത്മവിശ്വാസം കയറിയതിൽ. അങ്ങനെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുമായിരുന്നു, ബാലുസ്വാമി ഇറങ്ങണം. പരികർമ്മികളൊക്കെ വന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്, സ്വാമി ഇറങ്ങണം, സ്വാമി തന്ത്രിയായാലേ ഞങ്ങൾക്ക് പരികർമ്മയാവാൻ പറ്റുമോ, ഞങ്ങൾക്കിപ്പോൾ വേറൊരാളുടെ പരികർമ്മയാവാൻ പറ്റില്ലല്ലോ. അവർ ഞങ്ങൾ കൂട്ടത്ത് കൂട്ടി. മധുസ്വാമിക്ക് ജാതി മതമൊന്നും ഉണ്ടായിരുന്നില്ല. കുമ്പാര സമുദായം ആയിക്കോട്ടെ, അല്ലെങ്കിൽ മണ്ണാറ സമുദായം ആയിക്കോട്ടെ, പൊലേരായിക്കോട്ടെ, ഒന്നും മധുസ്വാമിക്ക് ഭേദം തന്നെ. ഗുണം നോക്കും മധുസ്വാമി. നല്ല ഗുണമുള്ള മനുഷ്യനാണോ, നല്ല മന്ത്രസിദ്ധി ഉണ്ടോ, കൂടെ കൂട്ടാൻ പറ്റുന്ന ആൾക്കാരാണോ, മദ്യപാനം, പെണ്ണ് വിഷയങ്ങൾ അതൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്ന് വെച്ചാൽ മധുസ്വാമി കൂടെ കൂട്ടും. അപ്പോൾ മറ്റുള്ളവരങ്ങനെയല്ല. ഈ കേരളത്തിലൊരു വൃത്തികെട്ട സംഭവം അതാണല്ലോ, ജാതി എന്നൊരു സംഭവം ഉണ്ടല്ലോ. മറ്റുള്ള പൂജാരിമാർ ജാതി നോക്കും, അപ്പോൾ അവരുടെ കൂടെ പോകാൻ പറ്റില്ല. അപ്പോൾ സ്വാമി ഇറങ്ങിയാലാണ് ഞങ്ങൾക്ക് ജീവിതമുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്, അങ്ങനെയാണ് അവർക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയത്. അപ്പം മൊത്തം പ്രോത്സാഹനമേ കിട്ടിയിട്ടുള്ളൂ. ആരും എന്നെ ചവിട്ടിത്താത്താനോ എല്ലാവരും പൊക്കിയിട്ടുള്ളൂ. എല്ലാവരും വന്ന് പഴയ മധുസ്വാമിയുടെ ജോലിസിന് ചാർത്ത് വിടുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു, സ്വാമി ധൈര്യമായിട്ട് ചെയ്തോളൂ, മധുസ്വാമിയുടെ കയ്യിൽ ഖഡ്ഗരാവണ ബലി, ഭൂതമാരണ ബലി, പ്രതികാര ബലി എന്നുള്ള ചില എന്താ പറയുക അതിപുരാതനമായിട്ടുള്ള വിദ്യകൾ, ദശദണ്ഡ് വിധാനം, ഇതൊക്കെ കയ്യിലുള്ള ആളായിരുന്നു മധുസ്വാമി എന്ന് പറഞ്ഞത്. എല്ലാം കയ്യിലുള്ള. അപ്പോൾ സ്വാമിക്ക് അതെല്ലാം കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ധൈര്യമായിട്ട് ഇറങ്ങിക്കോളും. അങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ട് ഞാൻ പൂജകൾ ചെയ്തു
തുടങ്ങി, ചരട് ഊതാൻ തുടങ്ങി, അങ്ങനെയുള്ള വിജയങ്ങൾ കിട്ടി. എനിക്കെല്ലാം വിജയങ്ങൾ തന്നെയായിരുന്നു. വെച്ച സ്ഥലത്തൊക്കെ നല്ല വിജയം തന്നെയായിരുന്നു. അപ്പോൾ ഈ മണപ്പള്ളിക്കാവ് അവിടെ വിജു അല്ലേ, പുള്ളിയല്ലേ അവിടുത്തെ വെളിച്ചപ്പാട് അല്ലേ, വെളിച്ചപ്പാടല്ലേ പുള്ളിയാണ് കൈ പിടിച്ചത് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് അവിടെ നിന്ന് സീറ്റിലിരുന്ന് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ആ ചെയ്ത് കഴിഞ്ഞ് പുള്ളിയുടെ ഒരു ബ്ലെസ്സിങ് കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു സംതൃപ്തി മനസ്സിലുണ്ടായിരുന്നു. അതെ അതെ, ഒരു ധൈര്യം. അത് അമ്മ ഇറങ്ങി പറഞ്ഞ പോലെ. അത് ഇന്നും അമ്മ നിങ്ങളെ കൂടിയാണ്, നിങ്ങൾ എന്താവശ്യം വരുമ്പോൾ അമ്മേനെ വിളിക്കുമോ? ആ ഒരു ഇപ്പം ഞാൻ ഇപ്പോൾ ഇരിക്കുമ്പോൾ കൂടി അത് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മ ഒന്നുമല്ലോ പറയാൻ. അതിൻ്റെ അർത്ഥം മണപ്പള്ളിക്കാവ് ഭഗവതി എന്നുള്ളൊരു ഇതാണ്. ഞാൻ ഇന്നും ഭക്തിയോട് കൂടി ആരാധിക്കുന്ന ദേവത. അവിടെ ആരാണ് ശരിക്കും? ഭദ്രകാളിയാണ്. ഭദ്രകാളിയാണ് കൊടൂരമായിട്ടുള്ള ഭദ്രകാളിയാണ്. വടക്കോട്ട് നോക്കിയിരിക്കുന്ന ഭദ്രകാളിയാണ്. ഭൈരവനോട് കൂടി ഇരിക്കുന്ന അതിഭീകരമായിട്ടുള്ള ഭദ്രകാളിയാണ്. അതുപോലെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ എനിക്ക്. ക്ഷേത്രത്തിൻ്റെ പേരൊന്നുകൂടി പറയും. വിജയൻ ക്ഷേത്രത്തിൻ്റെ പേര്? ക്ഷേത്രം മണപ്പള്ളിക്കാവ്. അത് കുടുംബക്ഷേത്രമാണോ? കുടുംബക്ഷേത്രം മനുശ്ശേരിയാണ്. അവിടെ നാട്ടുകാരൊക്കെ പോകുന്ന അമ്പലമാണോ? അതെ അതെ അതെ. അവിടെ ദേശദേവതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കൽപ്പനയൊക്കെ പറയുന്ന ആളാണ്. അങ്ങനെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടോ, കാര്യങ്ങൾ നടക്കുന്നില്ല. ഉത്സവത്തിനാണ് ഞങ്ങൾ അവിടെ ചെല്ലുക. ഉത്സവത്തിന് മാത്രമേ ചെല്ലുള്ളൂ. അപ്പം അമ്മയുടെ ബ്ലെസ്സിങ് എപ്പോഴും അങ്ങയുടെ കൂടെ ഉള്ളതായിട്ടൊരു ഫീലിംഗ് അമ്മയ്ക്ക് അങ്ങേക്കുണ്ട്. അതെ 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 അതെ. അതിങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഈ എന്താ പറയുക, ഞാനിപ്പോഴും ഗന്ധർവൻ വിട്ടിട്ടില്ല. കാരണം ഗന്ധർവൻ ഇപ്പം അങ്ങേയും ചുറ്റി നിൽക്കുന്നൊരു അവസ്ഥയാണല്ലോ ശരിക്കും പറഞ്ഞാൽ അല്ലേ? അതെ അതെ അതെ. അപ്പോൾ ഈ ഫസ്റ്റ് ഇങ്ങനൊരു ഈ ഗന്ധർവൻ്റെ ഒരു ഒഴിപ്പിക്കൽ അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് പോകുന്നത് എവിടെയാണ്? ബാധ ഒഴിപ്പിക്കുക എന്നുള്ള വിഷയത്തിൽ ഞാൻ കടന്നു തുടങ്ങി. അതിൻ്റെ പ്രോസസ്സുകളൊക്കെ എഴുതിയെടുത്ത് ഇങ്ങനെ ഒരു ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അതിൽ ചില കുറവുകളൊക്കെ ഉണ്ട്. എവിടെയൊക്കെ കുറവുകൾ എവിടെ അങ്ങ് പരാജയപ്പെട്ടില്ല ഒരു സ്ഥലത്ത്. ആദ്യത്തെ ഒരു വലിയൊരു പരാജയം. അതെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പൊക്കി കിടക്കുകയാണ്. എല്ലാ അമ്പലത്തിനും ബ്ലെസ്സിങ്ങാണ് കിട്ടുന്നത്. അന്ന് ഒരു 150ഓളം ക്ഷേത്രമുണ്ട്. ഇന്ന് എനിക്ക് 250ഓളം ക്ഷേത്രമുണ്ട്. 100 ഞാൻ എക്സ്ട്രാ എനിക്ക് വെച്ചിട്ടുണ്ട് ഈ 5 കൊല്ലത്തിനുള്ളിൽ. 80 ഞാൻ കുടിവെച്ച് കഴിഞ്ഞു. അപ്പോൾ തലേ ദിവസം പോയി കഴിഞ്ഞാൽ 1 വർഷം തികയില്ലല്ലോ. നല്ല പണിയാണ്. നല്ല ഉറക്കം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. പല സ്ഥലത്തും പകരത്തിന് വേറെ ആളെ വിട്ടിട്ടൊക്കെയാണ് ചെയ്യണത്. പഴയ സ്ഥലങ്ങളിൽ ആരെങ്കിലും തന്ത്രിമാരെ വിടണം, അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യണത്. പിന്നെ എല്ലാ കൊല്ലം പോകേണ്ട കാര്യമില്ല. കാരണം ഞാൻ അവിടെ പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മഠപതി ഏൽപ്പിക്കുന്നത്, മൂലമന്ത്രം ഏൽപ്പിച്ച് അങ്ങനെ കുടിവെച്ച് ഒക്കെ വീട്ടമ്പലങ്ങൾ തന്നെ, ശാക്തയ കാവുകൾ കളരികളൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത്. അങ്ങനെ എല്ലായിടത്തും എനിക്ക് പ്രോത്സാഹനം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എല്ലാവരും എന്നെ ബഹുമാനിച്ചിട്ടേ ഉള്ളൂ. എനിക്കത് നിർബന്ധം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാവരും എന്നോട് സ്നേഹമായിട്ട് പെരുമാറാൻ പാടും. അതൊക്കെ മാറിയത് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലമാണ്. ഒരു വെട്ടിക്കാട്ട് സുബ്രഹ്മണ്യ കോവിലിലെ ഒരു പ്രതിഷേധ ഭാഗമായിട്ട് ഞാൻ ഒരു പോലീസ് കേസൊക്കെ വരെയുണ്ട് അതിൻ്റെ പേരിൽ. അപ്പോഴാണത് മാറിയത്. ഞാൻ സ്ട്രോങ് ആയി നിൽക്കേണ്ടടുത്ത് സ്ട്രോങ് ആയി നിൽക്കണം, നട്ടല് കാണിക്കണം എന്നൊക്കെ. ശ്യാമേട്ട മറ്റേട്ട ഈ ഏട്ടാ എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ടും നമ്മളൊന്നും കാര്യമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാലും അവർ നമ്മൾ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പോൾ നട്ടല് നിർത്തി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച കാര്യമോടെ നടത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ചില ബുദ്ധികളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. വെച്ചാൽ എല്ലാവരും എന്നോട് നന്മയായിട്ടേ പെരുമാറും. ഞാൻ എല്ലാവരെയും നന്നായിട്ട് സ്നേഹിച്ചിട്ടേ വർത്തമാനം പറയാൻ പാടും. ആരെയും ഞാൻ ചീത്ത വിളിക്കരുത്, അങ്ങനെ നാക്കി തരുതേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അന്ന് പുറത്തേക്ക് കൊണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് ഞാൻ ആലോചിക്കണം വെച്ചാൽ എന്നോട് മുട്ടേ ഞാനും മുട്ടും, എന്നെ കടിച്ചാൽ ഞാനും കടിക്കുന്നതാണ് ഇപ്പോഴത്തെ എൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. ഇപ്പോഴത്തെ മാറാം. അതെ അതെ അതെ. അങ്ങനെ ഒരു പ്രോത്സാഹനത്തെ വളർന്ന് നല്ലൊരു ഇള്ളക്കുട്ടിയായിട്ട് നേരെ പോയിട്ട് എൻ്റെ ഒരു ഗുരുനാഥൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരളത്തിൽ ഇന്ന് ജ്യോത്സ്യന്മാർ എഴുതി കൊടുക്കുന്ന ആറുകൊല കാപ്പിരി, മറ്റേത് കലഹശൂലിനി, ഉന്മാദ ഭൈരവൻ, അങ്ങനെ കുറേ 8-10ഓളം മൂർത്തികളെ കുറിച്ച് ഇങ്ങനെയുള്ള ബാധകളൊക്കെ ആണിയിലാവായിച്ച് കാഞ്ഞിരപ്പുറമേലടിച്ച് ഭൂതമാരനെ ബലിയായിട്ട് അതിനെ ഒഴുക്കി കളയുക, കുടത്തിലാവായിക്കുക എന്നൊക്കെ പറഞ്ഞ് ചാർട്ടുകൾ ഇങ്ങനെ വരും. ദൃഷ്ടിബാധയിൽ പെട്ടിട്ടുള്ള അഗ്നിമന്തല, കലഹശൂലിനി, കലഹഭൈരവൻ അങ്ങനെയുള്ള മൂർത്തികളൊക്കെ ആവായിച്ച് അണ്ണിടിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു ഗുരുനാഥൻ എന്നോട് പറഞ്ഞു വെച്ചാൽ ധൈര്യമായിട്ട് ആവായിച്ചോ, കാരണം ഇതൊന്നുമില്ല, ഒരു പേടും പേടിക്കണ്ട, വെറുതെ എഴുതി വിടുന്ന സാധനങ്ങളാണ്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചാർത്തിൽ ഇങ്ങനെ പറയും. പക്ഷേ ബാലുസ്വാമി എവിടെയെങ്കിലും ലോകത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് യഥാർത്ഥൊരു ബാധയുടെ മുമ്പിൽ ബാലുസ്വാമി പോയി പെടും. അന്ന് പെടുന്ന സമയത്ത് ബാലുസ്വാമിക്ക് ഗുരു ഉണ്ടോ, ദേവതയുണ്ടോ, സിദ്ധി ഉണ്ടോ എന്നൊക്കെ അന്ന് അറിയാമെന്ന് പറഞ്ഞിട്ടായിരുന്നു. ഞാനത് വെറുതെ ഒരു വാക്കുപോലെ എടുത്തത്. ഒരു ദിവസം ഒരു ബാധ ഒഴിപ്പിച്ചിട്ട് ഞാൻ സ്ഥിരം ചെയ്യുന്ന പരിപാടി അരിയെറിയൽ, ആവാഹിക്കൽ, ആണിടിക്കൽ, എന്താ പറയുക, കുറേ ഹാ ഹൂ എന്നൊക്കെ പറയൽ, പേടിപ്പിക്കൽ, പന്തത്തിൽ തീയെറിയലൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ സാധനം അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരനക്കില്ല എന്നുവെച്ചാൽ എൻ്റെ അടുത്ത് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു അവസാനം. അത് ചിരിച്ചോ? അതൊരു നമ്മൾ ചെയ്യണ സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണത്. ഒരു പരിഹാസപുരി. ഞാൻ എൻ്റെ ഗുരുനാഥൻ്റെ അതേ പാറ്റേൺ ആക്കുന്നത്. ആദ്യം മെഡിക്കൽ കോളേജിൽ കൊണ്ടാക്കും, ഡോക്ടർമാർ ചികിത്സിച്ചും, അവരുടെ തൈറോയ്ഡ് ചെക്ക് ചെയ്യാൻ പറയും, വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാൻ പറയും, സോഡിയം ചെക്ക് ചെയ്യാൻ പറയും. കാരണം അതൊക്കെ സമനില തെറ്റിക്കുന്ന കാര്യങ്ങളാണ്. അതെല്ലാം ശരിയായി കഴിഞ്ഞാൽ ഒരു മനുഷ്യന് സ്റ്റേബിളായി നിൽക്കാം. കുറേയൊക്കെ അത് ശരിയാണ് കേട്ടോ. കുറേയൊക്കെ എല്ലാം നമ്മളൊന്നും ഇതാക്കാൻ പാടില്ല. നമ്മൾ പറയില്ല മഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം മടി വരുന്നോ എന്തൊക്കെ പറയാറില്ലേ. നമ്മുടെ ശരീരത്തിലെ വയറിലെ സിസ്റ്റവും അതുപോലെ ഹോർമോൺ സിസ്റ്റമൊക്കെയാണ് നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അതെല്ലാം ടെസ്റ്റ് ചെയ്ത് എല്ലാം കാര്യം കഴിഞ്ഞ് ഒരു ആയുർവേദ വൈദ്യം കൂടി കൈവിട്ടാൽ മാത്രമാണ്. കൈവിടണം. അവർ പറയണം നിങ്ങൾ എന്താ വെച്ചാൽ നോക്കിക്കോളൂ എന്ന്. സത്യം പറഞ്ഞാൽ മെഡിക്കൽ കോളേജിലൊക്കെ ഒരു പേപ്പർ വെക്കണം, ഡോക്ടർമാർ കൈവിട്ട കേസുകളെന്ന് പറഞ്ഞിട്ട്.
എന്താണെന്നറിയില്ല, MRI എടുത്താൽ കാണുന്നില്ല, CT സ്കാൻ എടുത്താൽ കാണുന്നില്ല. അതൊക്കെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. അവർ സമ്മതിച്ചു തരുന്നില്ല, ഒരു ഡോക്ടറും സമ്മതിച്ചു തരുന്നില്ല. അവർ സത്യസന്ധമായിട്ട് റിപ്പോർട്ട് നമുക്ക് എഴുതി തരണം. ഞങ്ങളുടെ കയ്യിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്, ഞങ്ങൾ സൈക്കാട്രിയിലേക്ക് കൊടുക്കുന്ന കാര്യങ്ങളുണ്ട്, അവിടെ പോയിട്ടും ശരിയാവാത്ത കാര്യങ്ങളുണ്ട്. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ ഒരുപാട് കേസ് ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത്, ഡോക്ടർമാരെ കൈവിട്ട കേസുകൾ എന്ന് പറഞ്ഞിട്ട്. എല്ലാം ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. എന്നെക്കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഞാൻ ഫോൺ എടുക്കത്തില്ല, ഞാൻ ആദ്യം രക്ഷപ്പെട്ട് കളിക്കും. എനിക്കിപ്പോൾ എൻ്റെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്ന കാര്യമാണല്ലോ ഒരു കാര്യം പറയാൻ. ഈ ആത്മവിശ്വാസത്തിന്റെ കാര്യം പറയൂ. ഇത് എന്താ പറയുക, ഇത് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, അനങ്ങുന്നില്ല. അത് കളിയാക്കി ചിരിക്കുകയായിരുന്നു. കളിയാക്കി ചിരിക്കുകയാണ്. ഒരു അത് ഇന്നും മറക്കാൻ പറ്റുന്നില്ല. കൊച്ചിൻ്റെ ചെറിയൊരു പെൺകുട്ടിയാണ്. അത് എത്ര അരി അറിഞ്ഞിട്ടും അതിനൊരു ഭാവമാറ്റമില്ല. ഇടയ്ക്ക് ബോധം കെട്ട് വീഴും, എഴുന്നേറ്റിരിക്കും, വീണ്ടും നമ്മൾ എന്തൊക്കെയോ ചെയ്യണു, വീണ്ടും ആണിയടിക്കണു. എന്നിട്ട് ഞാനിങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അതിൻ്റെ പിന്നാലെ അത് വീണ്ടും തുള്ളി. ഒരു 2 തള്ളവരലൊക്കെ നടക്കണു, സിനിമയിൽ കാണിക്കണു, മുടി പിടിച്ച് വലിക്കണു, ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. ഞാൻ ഗതി കെട്ടിട്ട് പറഞ്ഞു, എന്നാൽ ഏതെങ്കിലും ഡോക്ടറെ കൊണ്ടാണ് കാണിക്കാൻ പറഞ്ഞു. വീണ്ടും അവർ വീണ്ടും കറങ്ങി തിരിഞ്ഞ് വേറെ ഏതോ മന്ത്രവാദികളടുത്ത് പോയി. അങ്ങനെ ആ സമയത്ത് അവിടെ കണ്ടുകൊണ്ടിരുന്നൊരു സ്വാമി ഉണ്ടായിരുന്നു, ഒരു പുരുഷോത്തമൻ നായർ, ദൈവദൂതൻ. ഇന്നും അദ്ദേഹത്തിനെ ഞാൻ ആ പേര് പറയാണ്. പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നിട്ട് ഈ രംഗങ്ങളൊക്കെ കണ്ട മനുഷ്യനാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇങ്ങനെ സ്വാമി, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ സ്വാമിക്ക് ഇങ്ങനെ ഈഗോ വരുമോ? ഞാൻ ഒരു സാധാരണക്കാരനാണ്, താങ്കളൊരു ബ്രാഹ്മണനാണ്, താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചു. ഞാൻ കാല് തൊഴുതു, തരണം, എന്നെ ഒന്ന് രക്ഷിക്കും സ്വാമി. അങ്ങനെ അവിടെ നിന്ന് മന്ത്രം മേടിച്ച് അദ്ദേഹത്തിൻ്റെ ആ രീതി പാറ്റേണൊക്കെ. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ വലിയൊരു മോഹനൻ നായർ എന്ന് പറഞ്ഞിട്ട് വലിയൊരു മാന്ത്രികനായിരുന്നു. അവർ ഏകദേശം കർമ്മങ്ങളൊക്കെ ഒരു ഏകദേശം പ്രായമായി കഴിഞ്ഞപ്പോൾ നിർത്തിയതാണ്. അദ്ദേഹം മരിച്ചതിന് ശേഷം ഇദ്ദേഹം അത്യാവശ്യം കാര്യങ്ങൾ ഉപാസനയൊക്കെ ഉണ്ട്. ആ മന്ത്രങ്ങൾ കുറിച്ച് 2-3 എണ്ണം തന്നു. അത് ഇരുന്നൊരു 15 ദിവസം അക്ഷരസിദ്ധി വരുത്തിയാൽ മതി, സേവ കഴിക്കാനുള്ള ഗഡ്സ് സ്വാമിക്കുള്ള നേച്ചർ അതിനുള്ള കരുത്തൊന്നും ഇല്ല പറഞ്ഞു. മുഖത്തോക്കി പറഞ്ഞ കാര്യം. സ്വാമി അതിന് പോരാ. കാരണം ഇതൊക്കെ മറ്റേ മഹിഷാസുരനും ദാരികനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. അതൊന്നും നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല. നമ്മൾ ഈ പഴം പുഴുങ്ങിയ പോലെ നമുക്ക് നടക്കില്ല അത്. അപ്പോൾ അക്ഷരസിദ്ധി വരുത്തി, 15 ദിവസം അക്ഷരസിദ്ധി വരുത്തിയിട്ട് അതാ രസം. ഞാൻ ആ തോറ്റ സ്ഥലത്ത് നമ്മൾ വീണ്ടും ആ കുട്ടിയെ കളത്തിലിരുത്തി അരി ജപിച്ചു. എറിഞ്ഞ സമയത്ത് അവർ വേദന കാണിക്കാൻ തുടങ്ങി. അതുപോലെ നിലത്ത് കറുത്ത പൊടി കൊണ്ട് നിലത്ത് പത്മം വരച്ച് അതിലടിക്കുമ്പോൾ അവിടെ വേദനിക്കാൻ തുടങ്ങി. ആ ദിശയാണ് അതൊക്കെ. അല്ല, അങ്ങിപ്പോൾ നമ്മളെപ്പോലെ കോളേജിലൊക്കെ പഠിച്ച ആളാണല്ലോ, അങ്ങ് ഇത് കാണുമ്പോൾ എന്താണ് അയ്യോ എന്ന് പറയണത്? എൻ്റെ സന്തോഷം. ഒരടി അടിച്ചിട്ട് ഞാൻ നോക്കാം, അവർ നിലവിളിക്കണ കണ്ടപ്പോൾ സത്യം പരമാർത്ഥം ഉണ്ടോ, വേദന ഉണ്ടോ? പിന്നെ ഞാൻ ഭയങ്കര ആക്റ്റീവായി കനൽ വാരിയിട്ട് അതിലിട്ട് കൊടുക്കുക, ഉപ്പ് ജപിച്ചിട്ട് അതിലിടുക, എന്തൊക്കെ ഉണ്ടായിരുന്നു അടിയും. അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അയ്യോ ഭയങ്കരം. ആ സമയത്ത് നമ്മളൊരു ട്രാൻസ്ഫർ, ഈ മന്ത്രങ്ങൾക്ക് നമ്മളെ ഒരു ട്രാൻസ്ഫർസയിൽ എത്താൻ പറ്റുന്നുണ്ട്. ഈ തോറ്റങ്ങളാണല്ല അങ്ങനെ ഒരുപാട് എന്താ പറയുക. അത് പക്ഷേ തോറ്റ് വന്നിട്ട് പിന്നെ അവിടെ ചെയ്യുമ്പോൾ ഒരു വലിയൊരു ആത്മവിശ്വാസം. എൻ്റെ പരികർമ്മികളൊക്കെ അങ്ങനെ അഭിമാന പുരിചിതരായി, ഗുരുനാഥൻ്റെ എന്താ പുളകിതരായി എന്ന് പറഞ്ഞ പോലെ. എൻ്റെ കൂടെ വന്ന ആൾക്കാരൊക്കെ പ്രസാദേട്ടനൊക്കെ എന്താ പറയുക, അങ്ങോട്ട് ഇങ്ങോട്ട് ഓടാൻ തുടങ്ങി. ഞങ്ങളുടെ സ്വാമീനെ, ഇതാണ് ഞങ്ങളുടെ സ്വാമി, ഒരു കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഒരറിയുന്ന പറഞ്ഞത്, കാണുന്ന പോലെയല്ല. അപ്പോൾ അന്നത്തെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. എന്നിട്ട് അത് ഒഴിപ്പിച്ചു നല്ല രീതിയിൽ. ഏറ്റവും സമാധാനം വെച്ചാൽ അവർ സുഖമായിട്ട് ജീവിക്കണമെന്നാണ് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. കാരണം അതിൽ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല എന്ന് പറയും. വലിയ പുണ്യാണ്. അല്ല, പക്ഷെ അങ്ങ് തോറ്റിട്ടാണ് പലതും പഠിക്കുന്നത്, പല സ്ഥലത്തും കൺകടപ്പെട്ടു. തോറ്റാരനാണ് ആ മന്ത്രം നമുക്ക് കിട്ടിയത്. ഇന്ന് ഞാനത് ഉപാസനയിലുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അറിയില്ല ഇനി എത്രത്തോളം എല്ലാവർക്കും ഇത് ഫലിക്കുമെന്ന് അറിയില്ല. അന്ന് എന്തിൻ്റെ കാര്യത്തിൽ അറിയില്ല. ആ കുട്ടി സേഫാണ്, സുഖമായിട്ടിരിക്കുന്നു. അതാണ് ഇപ്പോഴും ഞാൻ കർമ്മങ്ങൾ ഏറ്റെടുക്കുമ്പോൾ വിപിൻദാസ് എന്ന് പറഞ്ഞിട്ട് പട്ടാമ്പിയിലൊരു സൈക്കാട്രിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് വേണമെങ്കിൽ ഹിപ്നോതെറാപ്പി വരെ ചെയ്തതിന് ശേഷം ഞാൻ തൊടുള്ളൂ. കാരണം നമ്മളായിട്ട് ഒരാളുടെ ജീവിതം നശിപ്പിക്കാൻ പാടില്ലേ. ഞാൻ ആദ്യം ഒരു ഇത് പറഞ്ഞില്ലേ, നമ്മൾ കൊടുക്കുന്ന ട്രോമ ചിലപ്പോൾ അത് ഭീകരമായിരിക്കും, ചിലപ്പോൾ അതൊരു മുള്ളുകൊണ്ട് എടുക്കുന്ന, ഒരു സൂചി കൊണ്ട് എടുക്കുന്ന കേസായിരിക്കും. നമ്മൾ അവരുടെ മുമ്പിലൊക്കെ ഇരുന്നിട്ട് ഒരാൾ മാനസികമായിട്ട് തകർന്ന സമയത്ത് വീരഭദ്രൻ കരിങ്കുട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതാവും അവരുടെ ഏറ്റവും വലിയ ബാധി. അപ്പോൾ നമുക്കിപ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ നമ്മൾ യൂട്യൂബ് നോക്കും, എന്താണ് കരിങ്കുട്ടി, എന്താണ് ചാത്തൻ, എങ്ങനെ കൂടോത്രം ഏൽക്കും എന്നൊക്കെ നമ്മൾ യൂട്യൂബിൽ നിന്ന് കേൾക്കുകയാണ്. ഇതൊക്കെ ഇതിപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഇന്നാളൊരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു, അവന് ഞാൻ ആവാഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാമി ഇത് കലഹശൂല്യമായിരിക്കുമോ, അവൻ എന്നോട് ചോദിക്കുക. അപ്പോൾ എന്താണ് നിനക്ക് അങ്ങനെ തോന്നാൻ പറഞ്ഞു? അല്ല, ദേഹം മുഴുവൻ ചുട്ടും നീറുണ്ട് എനിക്ക്. അപ്പോൾ ദേഹം മുഴുവൻ ചുട്ടും നീറുന്ന കലഹശൂല്യമാണോ? ഉണ്ട്, യൂട്യൂബിൽ ഒരു ഗുരുനാഥൻ പറഞ്ഞു കേട്ടു. അന്ന് മുതൽ ഞാനും നോക്കാൻ തുടങ്ങി, യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നറിയില്ല. കറക്റ്റ് പറയുന്നുണ്ടല്ലോ കാര്യം. അപ്പോൾ കലഹശൂല്യം, അപ്പോൾ ഇത് എന്നോട് സംസാരിക്കാൻ തുടങ്ങി അയാൾ. അപ്പോൾ അത് വലിയൊരു ബാരിയറാണ്, ഞങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഇയാൾ നേരത്തെ സംഗതി പഠിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഓട്ടോ ബിഹേവിയർ ഉണ്ടാവും അവർക്ക്. ഇങ്ങനെ അതിങ്ങനെ ചിന്തിച്ച് അത് ശരീരത്തിൽ അത് മാനിഫെസ്റ്റ് ആവുന്ന, ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ മാറുള്ളൂ എന്ന്. ഞാനൊരു പെൺകുട്ടിക്ക് വയറുവേന വന്നിട്ട് അവൾ തുള്ളാനൊക്കെ തുടങ്ങി. ഞാൻ ആവാഹനമൊക്കെ കഴിഞ്ഞാൽ അത് ഒരു കുടത്തിലൊക്കെ ആക്കി കെട്ടി വെക്കണം. സ്വാമി തല്ലുന്നില്ലേന്ന്.
അവൾക്ക് 2 അടി കൊണ്ടല്ലേ ഇപ്പോൾ ബാധ മാറും. സിനിമയിൽ കണ്ട പോലെ സിനിമയിൽ കണ്ട പോലെ വേണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ട്രീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ കാശ് കൊടുത്തതിന് കാര്യമില്ലാന്ന് തോന്നുകയാണ് അവർക്ക്. 2 അടിയൊക്കെ കൊണ്ടിട്ട് ആ കൊച്ചും കൂടി ചോദിക്കുക. ഈശ്വര, അപ്പോൾ യൂട്യൂബ് ശരിക്കും അങ്ങ് ട്രോമയിലാവുന്ന അവസ്ഥയാവും. അതാണ് അവസ്ഥ. ഈ ട്രോമ മാറ്റാൻ പോയിട്ട് നമുക്ക് തന്നെ ട്രോമക്കാരൻ. അപ്പോൾ ഞാൻ എപ്പോഴും ആൾക്കാരെ സേഫ് ആക്കും. എൻ്റെ ക്ലയൻസിനെ ഞാൻ എന്തായാലും സേഫ്. എനിക്ക് എടുക്കാൻ പറ്റാത്തതാണ് ഞാൻ ഫോൺ എടുക്കില്ല പിന്നെ. കാരണം എനിക്ക് അവരോട് പറയാൻ വയ്യ, എനിക്കിത് പറ്റുന്നില്ല എന്ന് പറയാനുള്ള നാണക്കേട്. ശരിക്കും ഇത് പറയണം, എന്നെ കൊണ്ട് സാധിക്കില്ല, ഞാൻ വേറൊരു കാര്യം കൂടി ചെയ്തു കൊടുക്കണം, അവർക്ക് പറ്റിയ ഒരാളെ കാണിച്ചു കൊടുക്കണം. മധുസ്വാമി എന്നോടൊരു കാര്യം പറഞ്ഞിട്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ഒരു സ്വാമി വയ്യാതിരിക്കണ 7 ദിവസം ഉണ്ടല്ലോ ആശുപത്രികളിലത്തെ ഞങ്ങളുടെ വാസം ഒന്നിച്ചിരുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, നമുക്ക് എന്തൊക്കെ പൂജകൾ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാതിരുതാത്ത പൂജകൾ എന്തൊക്കെയുണ്ട്. ആ ചോദിക്കുന്ന സമയത്ത് ഒരു ഉപദേശം തന്നത്, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരാൾ വന്നൊരു കുട്ടി വന്ന് വെള്ളം ചോദിച്ചു. നമ്മുടെ കയ്യിൽ വെള്ളം ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, വെള്ളം ഇല്ലെങ്കിൽ വെള്ളം കിട്ടുന്ന സ്ഥലം കാണിച്ചു കൊടുക്കണം, അവന് ഉപേക്ഷിക്കരുതെന്ന്. അത് നിയമം. പക്ഷേ എനിക്കത് പറ്റാറില്ല, ഞാൻ അവരെ കൈവിടുക ചെയ്യുക. കാരണം എനിക്ക് ഒരു വിഷമമാണ്, എനിക്ക് പറ്റുന്നില്ല എന്ന് പറയാനുള്ളൊരു വിഷമം. ചെയ്യും, ഞാൻ ചെയ്ത് ഏറ്റില്ലെങ്കിൽ ഞാൻ എൻ്റെ കൈവിടുന്നുണ്ട്. അതിപ്പോൾ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കുറേശ്ശെ. അങ്ങനെ കൈവിടാൻ പാടില്ല. എൻ്റെ ശക്തി കുറവാണത്, എൻ്റെ ചില പ്രശ്നങ്ങളാണത്. അപ്പോൾ ഞാൻ ഫോൺ എടുക്കുന്നില്ല എന്ന് എല്ലാവർക്കും പരാതി ഉണ്ട്. അത് എൻ്റെ ആത്മവിശ്വാസക്കുറവ് തന്നെയാണ്. ചില കാര്യങ്ങൾ നമുക്ക് ചിലത് മനസ്സിൽ തോന്നും ഇത് പരാജയമായിരിക്കും. അപ്പോൾ പരാജയങ്ങൾ സ്വീകരിക്കാൻ പറ്റുന്നില്ല എനിക്ക്. അതിൻ്റെ ഒരു വിജയം ഒരു എന്താ പറയുക, നമ്മൾ പറയില്ലേ, ഒരു ഹാബിറ്റ്, സക്സസ് ഒരു ഹാബിറ്റായി മാറിക്കഴിഞ്ഞാൽ പിന്നെ പരാജയം വരുമ്പോൾ പെട്ടെന്നൊരു പരാജയത്തെ ഒരു ഭയം വരുന്നുണ്ട്. പക്ഷേ അങ്ങേക്ക് ഓരോ സമയത്ത് പഠിക്കാനുള്ളത് പ്രകൃതി കൊണ്ടു തരുന്നില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ പുരുഷോത്തമൻ നായർ എൻ്റെ ഒരു എന്താ പറയുക, ഒരു ഗുരുവാണ് ശരിക്കത്. അദ്ദേഹത്തിനെ എന്നും നമസ്കരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആദി ദ്രാവിഡ സമ്പ്രദായം ശരിക്കും എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു വ്യക്തിയാണ്.